الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവങ്ങളാണ് പറയുന്നത്. ഇസ്ലാം ദീനിൽ അറിയൽ അനിവാര്യമായ വാജിബായ ഇൽമിൽപ്പെട്ടതാണ്. അപ്പോൾ കഥ കേട്ട് രസിക്കുന്നതൊക്കെ അങ്ങനെ, ഇതിലെ കൂടി കയറി ഇപ്പുറത്തേക്ക് കൂടി ചോർന്ന് വന്നാക്ക അങ്ങനെ എന്തുവാവട്ടെ. വഫി അസ്ബാബിൻ നുസൂലിൽ വാഹിദിജി അൻ അലിയൻ റളിയല്ലാഹു അൻഹു. അസ്ബാബുൻ നുസൂൽ എന്ന് പറഞ്ഞാൽ ഖുർആൻ്റെ ഓരോ ആയത്ത് ഇറങ്ങിയത് എന്ത് കാരണം എന്നാൽ ഏത് സാഹചര്യത്തിൽ എപ്പോഴെന്ന് പറയലാണ് അസ്ബാബുൻ നുസൂൽ. അതിലുണ്ട് ഖാല ലമ്മ സമിഅ നിദാഅ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിക്കുന്ന കേട്ട്, യാ മുഹമ്മദ് എന്ന് വിളിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖാല ലബ്ബൈക എന്ന് തങ്ങൾ പറയും. ഖാല ആ വിളിച്ചു പറയുന്ന ആൾ പറയും, ഖുൽ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന് പറയണമെന്ന് പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. സുമ്മ ഖാല പിന്നെ പറഞ്ഞു, ഖുൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം ഹത്താ ഫറഗ മിനൽ ഫാത്തിഹ. ഫാത്തിഹ തീരുന്നത് വരെ. ഫലമ്മാ ബലഗ വലദ്ദാല്ലീൻ എന്നെത്തിയപ്പോൾ ഖാല ഖുൽ ആമീൻ എന്ന് പറയുക എന്ന് പറഞ്ഞു. കമാ ഹുവ റിവായത്ത് വക്കീഇൻ, വക്കീൻ്റെ റിവായത്തിൽ ആമീൻ പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഫാത്തിഹയ്ക്ക് ആമീനുണ്ട്. ചിലത് ആമീൻ പറയൂല, അങ്ങനെ വിട്ടു. അങ്ങനെ പലതുണ്ട്. ദുആക്ക് അവസാനത്തിൽ സലാത്തില്ല, റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. അപ്പോൾ ഞാനൊരാളോട് പറഞ്ഞത്, നിങ്ങൾ ആ ദുആക്ക് ഒറ്റച്ചെറകയിലുള്ള ഒറ്റച്ചെറവുണ്ട് ഇങ്ങനെ പറക്കലില്ലല്ലോ, ഇതിനും തീർന്നിട്ടില്ല. നാം ഇന്നലെ നിൽക്കുന്നവരോട് പറഞ്ഞു കൊടുക്കില്ല, ആപത്തിലും ആശലും സലാത്ത് പോകണമെന്ന്. അത് പറഞ്ഞു കൊടുക്കില്ല. എന്ത് കൊണ്ടാൻ വേണ്ടിയാക്കിയാൽ തെക്കോട്ട് എക്കിരിച്ചാലും മുലർക്ക പറയൂല. പിന്നെന്തിനാ പഠിക്കാൻ പോകുന്നു? ഈ ജഹാലത്ത് എന്തെങ്കിലും തിരുത്തപ്പെട്ടെങ്കിലല്ലേ പഠിക്കാൻ പോക്ക് നേരങ്ങളിൽ ഇത് കാര്യമുള്ളൂ. മുമ്പേയുള്ള ജഹാലത്താണ് തന്നെ നിലനിർത്തുമല്ലോ. വബിനു അബീ ശൈബ ഫാതാ വറഖത ഫദക്കറ ലഹു ദാലിക. അങ്ങനെ വറഖത്തിനെ കാണാൻ പോയി. വറഖത്ത് കേട്ടിട്ടുണ്ടല്ലോ. ഫഖാല ലഹു, വറഖത്ത് പറഞ്ഞു, അബ്ശിർ, തങ്ങൾ സന്തോഷിക്കണം. ഫഇന്നി അഷ്ഹദു അന്നകല്ലദീ ബശ്ശറ ബക ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാത്തു വസ്സലാം. ഈസാ അലൈഹിസ്സലാം സന്തോഷ വാർത്ത നേരത്തെ പറഞ്ഞ് അറിയിച്ച ആ റസൂലാണ് തങ്ങളിൽ ഞാൻ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. ഫഇന്നക അലാ മിസ്ലി നാമൂസ് മൂസ അലൈഹിസ്സലാം. മൂസ അലൈഹിസ്സലാമിനെ വഹയി അറിയിക്കാമെന്ന നാമൂസ് ജിബ്രീലിനെ ഇബാറത്താണ്. വഇന്നക നബിയ്യും മുർസൽ എന്ന് പറഞ്ഞു. വഇന്നക സതുഉമറു ബിൽ ജിഹാദി ബഅദ യൗമിക്. കുറച്ചു കാലം കഴിഞ്ഞതിന് ശേഷം ജിഹാദ് കൊണ്ട് കൽപ്പിക്കും. വലഇൻ അദ്റകനി ദാലിക, ആ തങ്ങൾ ജിഹാദിനിറങ്ങുന്ന ആ സമയം എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ ലൗജാഹിദന്ന മഅക, തങ്ങളോടൊപ്പം. വഹാദാ യദുല്ലു അലാ അന്നൽ ഫാത്തിഹത അവ്വലു മാ നസല. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഫാത്തിഹ സൂറത്ത് ആദ്യം ഇറങ്ങിയിൽപ്പെട്ടതാണ്. ഖാല ഫിൽ കശാഫ് എന്ന തഫ്സീറിൻ്റെ കിതാബാണ്. വഅലൈഹി അക്സറുൽ മുഫസ്സിരീൻ, ഭൂരിപക്ഷം മുഫസ്സിരീങ്ങളും ആദ്യം ഇറങ്ങിയതിൽപ്പെട്ടാണ് ഫാത്തിഹ എന്ന് പറഞ്ഞിട്ടുണ്ട്. വസ്തബഅദഹു ബഅദഹും, ചിലർ എന്താക്കുന്നത് അത് വളരെ വിദൂരമാണ്, ആദ്യം ഇറങ്ങിയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഫയഹ്തമിലു അന്നൽ മാന അന്നഹ മിൻ അവ്വലി മാ നസല, അതാ ആദ്യം ഇറങ്ങിയതല്ല, ആദ്യം ഇറങ്ങിയിൽ പെട്ട കൂട്ടത്തിൽപ്പെട്ടത്. മിൻ അവ്വലി വേറെ, അവ്വലു വേറെ. ലാ അന്നഹ അവ്വലു അലൽ ഇത്ലാഖ്, നിരുപാധികം അവ്വലകളാണെന്നല്ല അർത്ഥം. വഅമ്മാ മാ റുവിയ മിൻ അന്നഹ നസലത് ബിൽ മദീനത്തി, മദീനയിൽ വെച്ചിട്ടും ഫാത്തിഹ ഇറങ്ങിയിട്ടുണ്ടല്ലോ. അത് ഫഹ്തമല തകറുറു നുസൂലിഹ, അത് വീണ്ടും വീണ്ടും ഇറങ്ങൽ ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ്. അതെന്തിനാ? മുബാലഗതൻ ഫീ ശറഫിഹ, അതിനെ മറ്റ് സൂറത്തുകളെ അപേക്ഷിച്ച് ഒരുപാട് ഷറഫുണ്ട്. ലാ അന്ന ദാലിക അവ്വലു നുസൂലിഹ,
ആദ്യത്തെ എന്ന അർത്ഥത്തിനല്ല. ഇത് കസീറും മിനൽ ആയാതി തകററ നുസൂലുഹു, അങ്ങനെ പല ആയത്തുകളും ആവർത്തിച്ചിറങ്ങിയിട്ടുണ്ട്. ബിഹസ്ബിൽ വഖാഇ, സംഭവങ്ങളും അനുസരിച്ചിട്ട്. വായിദൻ ഫൈന സ്വലാത്ത ഫുറിലത്ത് ബി മക്ക, നമസ്കാരം മക്കയിൽ വെച്ച് ഫർളാക്കപ്പെട്ടു. അപ്പോൾ മക്കയിൽ വെച്ചിട്ട് ഇറങ്ങും ഹത്യോദൻ്റെ. വമാ നുഖില വലാ ഉരിഫ അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബഹു സല്ലു സലാത്തൻ ബിഗൈരിൽ ഫാത്തിഹ, ഫാത്തിഹ ഓതാതെ കണ്ട് ഒരു നമസ്കാരവും നമസ്കരിച്ചതായിട്ട് തെളിവേ ഇല്ല എന്ന് പറഞ്ഞു. നമസ്കാരത്തിന് ഒന്നിച്ചോ അല്ലെങ്കിൽ എന്താക്കണം, അതിൽ ഒന്നിച്ച് അവല്ലെങ്കിലും എന്താക്കണം, ഫാത്തിഹ ഇറങ്ങണം. ഖാലൽ ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലം യുഹഫദ് അന്നഹു കാനത്ത് സലാത്തും ഫിൽ ഇസ്ലാമി ബിഗൈരിൽ ഫാത്തിഹ, ഫാത്തിഹ ഇല്ലാതെ കണ്ട് ഇസ്ലാമിൽ തന്നെ ഒരു നമസ്കാരം തന്നെ ഇല്ല. അതുകൊണ്ട് ഫൽ ഹഖ്ഖു അൻഹാ മിൻ അവ്വലിൽ ഖുർആനി നുസൂലൻ, ഖുർആനിൽ ആദ്യമായി ഇറങ്ങിയതിൽപ്പെട്ടത്. വഅന്നൽ അവ്വല ഇത്ലാഖ് ഇഖ്റ ബിസ്മി, നിരുപാധികം പറഞ്ഞാൽ ഇഖ്റ ബിസ്മിയാണ്. അപ്പോൾ പല ഹദീസുകളും പരിശോധിച്ച് നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന പരസ്പര വൈരുദ്ധ്യം അതോടുകൂടി തീർന്നു. വഫിൽ ഹദീസ് ലൗ അന്ന ഫാത്തിഹത്തുൽ കിതാബി ജുഇലത് ഫീ കഫത്തിൽ മീസാനി വൽ ഖുർആനു ഫിൽ കഫത്തിൽ ഉഖ്റാ ലഫളലത് ഫാത്തിഹത്തുൽ കിതാബിൽ ഖുർആന 7 മർറാത്തിൻ. ഒരു ഹദീസിലുണ്ട്, ഫാത്തിഹ സൂറത്ത് തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ച് ഖുർആനുൽ അദീം ഫാത്തിഹ വെച്ചിട്ട് ഖുർആൻ എന്താക്കി ബാക്കി മറ്റേ തട്ടിലും വെച്ച്. എന്നാൽ ഫാത്തിഹ 7 മടങ്ങ് അധികം ഉണ്ടാവും. അതാ ഫാത്തിഹിൻ്റെ പ്രത്യേകത. വഫീ ഹദീസിൻ ആഖറ ഫാത്തിഹത്തുൽ കിതാബ് ശിഫാഉ മിൻ കുല്ലി ദാഇൻ, എല്ലാ രോഗത്തിനൊട്ടും ശിഫാണെന്ന ഹദീസിലുണ്ട്. വഫീ ലഫ്ളി ഫാത്തിഹത്തുൽ കിതാബി തഅദിലു സുലുസൈൽ ഖുർആനി, ഖുർആനിൻ്റെ 2/3 ഭാഗത്തിന് തുല്യമാണ് എന്നുമുണ്ട്. ഇതൊക്കെ എന്താ ഫാത്തിഹിൻ്റെ മഹത്വം പറഞ്ഞു വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഫാത്തിഹ പഠിക്കാത്തവരുണ്ട്, ഇത്രയും കൊല്ലം ക്ലാസ്സിൽ ഇരുന്നിട്ട് ഫാത്തിഹ സ്വന്തമായിട്ട് ഓതിയട്ടെ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഫാത്തിഹ കേൾക്കാൻ്റെ വേണം. മനുഷ്യൻ തളിച്ചേറ്റ് പോണു. പണ്ട് കുട്ടിക്കാലത്ത് കേട്ടുപിടിച്ച എന്താന്ന് അത് തന്നെ ഇപ്പോൾ ഓർക്കും. എല്ലാവരും സദസ്സൊരു അൽഫാത്തിഹ ഓർത്ത് ഓതുന്നൊക്കെ അന്ന് കേട്ട അത്ഭുതപ്പെട്ടു. അല്ല, 4 നൂറ്റാണ്ട് ക്ലാസ് ചെയ്യുന്നതിൻ്റെ അവസ്ഥയിൽ പറയുന്നത്. ഖുർആൻ ബാക്കി അടുക്കിട്ടിപ്പം നിസ്കാരത്തെ 5 നേരം ഓതേണ്ടതില്ലേ, ഒരു ദിവസം 17 തൊട്ട് ഓതണമല്ലോ, അതിൻ്റെ കാലമായി പറഞ്ഞത്. സുമ്മലം യൽബസ് അൻ തുവഫിയ വറക്കത്തു, വറക്കത്ത് അധികകാലം നീണ്ടു നിന്നില്ല, വഫാത്തായി. ഖാല സിബ്ത് ബിനുൽ ജൗസി റളിയല്ലാഹു അൻഹു വഹുവ ആഖിറു മൻ മാത ഫിൽ ഫത്ര, ഫത്രത്തിൻ്റെ കാലത്ത് അവസാനമായി വഫാത്തായത് ആരാണ്? വറക്കത്താണ്. ഫത്ര എന്ന് പറഞ്ഞാൽ എന്താ, ആദ്യം ഇഖ്റ ഇറങ്ങി, എന്നിട്ട് അതിൻ്റെ ബാക്കി ഇറങ്ങുന്നതിന് മുമ്പ് ഇടപാടുണ്ട്, തങ്ങൾക്ക് റെസ്റ്റ് കൊടുത്തതാണ്. അപ്പം വക്കത് അതിലൊക്കെ നുബുവത്തിന് എത്തിച്ചിട്ടുണ്ട്. എന്നിട്ടാണല്ലോ ഇത്ര വിഷയം മോദിയിട്ട് പോയത്. വസദക്ക ബിനുബുവത്തി, തങ്ങളെ നുബുവത്ത് കൊണ്ട് മൂപ്പറെന്താക്കി തസ്ദീഖാക്കുകയും ചെയ്തു. വലം യുദരിക്ക് റിസാലത്തിന് എത്തിച്ചിട്ടില്ല. അതെപ്പോഴാണ്? നുബുവത്ത് ആദ്യവും റിസാലത്ത് പിന്നീടുമാണെന്നുള്ള കൗലെടുത്തിട്ട്. നുബുവത്തും റിസാലത്തും ഒപ്പം തന്നെയാണ് കൊടുത്തത്. പക്ഷേ റിസാലത്ത് വെളിപ്പെടാൻ വേണ്ടി കുറച്ച് വൈകിയെന്നേ ഉള്ളൂ. മറ്റൊരു കൗലുണ്ട്. ഇത് 3 കൊല്ലം എന്ന് പറഞ്ഞില്ലേ, നമ്മൾ ഇന്നാൾ പത്രത്തിൻ്റെ കാലം ഉണ്ടില്ലേ. അതായത് ഈ തുടക്കത്തിൽ തന്നെ റിസാലത്തിന് ഇറക്കിയാൽ താങ്കൾക്ക് ക്ഷീണം കൂടും. ഇന്നലെ ഇത്ര വിസ്മയം ഇറങ്ങിയ ഉടനെ തന്നെ രംഗത്തേക്ക് ഇറങ്ങിയാൽ മനുഷ്യൻ ബശരീയത്ത് അവിടെ ഉണ്ടല്ലോ കുറച്ച്. അപ്പോൾ ഒട്ടാകന്നുണ്ട് നുബുവത്ത് തുടക്കത്തിലും റിസാലത്ത്, അതായത് ഇഖ്റ ബിസ്മിയോടുകൂടി നുബുവത്ത് തുടങ്ങി. യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ വന്ന് റിസാലത്ത് തുടങ്ങി. നുബുവത്തും റിസാലത്തും രണ്ടും രണ്ടാമത് എല്ലാം വ്യാഖ്യാനിക്കാൻ ആദ്യം പോലും കഴിയൂല. ഈ പുളിച്ചോട്ടൽ തന്നെ പണി.
ഇങ്ങനത്തെ ലോകത്ത് ഇങ്ങനത്തെ ഒരു വില ലോകത്താക്കി കൊടുക്കാണ്ട് കിട്ടും. ഇന്നലെ പറഞ്ഞ് ഇന്ന് ആവർത്തിക്കണം, ഇന്ന് 2 ദിവസം പറഞ്ഞത് 3ാമത്തെ ആവർത്തിക്കണം. അങ്ങനെ ഒരു ക്ലാസ് എടുക്കില്ല അവരടങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ 1000 കൊല്ലം ജീവിച്ചാലും മതിയാവില്ല. രണ്ടും കൂടി ഒപ്പാണ്. ഒപ്പമാകുമ്പോൾ എന്തുണ്ട്, ആ പരിശീലനത്തിന് ഇറങ്ങിയിട്ടില്ലല്ലോ, അത് കുറച്ച് കഴിഞ്ഞിട്ട് മതി, അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് വേണം വറക്കത്ത് ആര് സഹാബിയാണോ അല്ലയോ തീരുമാനിക്കാൻ. സഹാബിയാണ്. മറ്റൊന്ന് വറക്കത്ത് വെച്ചും കൂടി നോക്കണം. വറക്കത്ത് നുബുവത്തിന്റെ കാലത്താണോ മരിച്ചത്, അല്ല റിസാലത്തിന്റെ കാലത്താണോ മരിച്ചത് എന്നാവും നോക്കണം. സഹാബിയാണെങ്കിൽ നുബുവത്ത് കിട്ടിയാൽ മതിയോ, നുബുവത്തിന്റെ ഒരുമിച്ച് കൂടിയാൽ മതിയോ, റിസാലത്തിന് ഒരുമിച്ച് കൂടണോ എന്നത് അർത്ഥം വേറെയുണ്ട്, അല്ല ഉസൂലിലുണ്ട്. അല്ല ബിനാഅൻ അലാ തഅഖുദിഹ, നുബുവത്തിനെയും വിട്ടിട്ട് റിസാലത്ത് പിന്തി എന്ന കോലെടുക്കും വന്നു. വറാജിഹു ഇൻദൽ മുഹഖഖീന, മുഹഖഖീങ്ങളുടെ അടുക്കൽ മുൻതൂക്കമായത് അന്നഹു ലം യുഅദ്ദ മിനസ് സഹാബ, സഹാബത്തിന്റെ കൂട്ടത്തിൽ ഓരോ എണ്ണിച്ച് കാണുന്നില്ല എന്ന്. എന്തുകൊണ്ട് ലേ അദമി ഇദ്റാഖിഹി, റിസാലത്ത് എത്തിച്ചിട്ടില്ല എന്ന്. അപ്പം റിസാലത്ത് എത്തിച്ചാലേ സഹാബിയാവുകയുള്ളൂ എന്നുള്ള കോൽമലി ഇപ്പം പോയത്. അപ്പം എത്ര കാര്യം ഒക്കെ ഉണ്ട്. ഒന്ന് നുബുവത്തും റിസാലത്തും രണ്ടാണ്. ആ നുബുവത്ത് ആദ്യവും പിന്നീട് റിസാലത്തുമാണോ, അല്ല നുബുവത്തും റിസാലത്തും കൂടി ഒന്നിച്ചാണോ കൊടുത്തത്, അതിലേതാ മാറ്റം വന്നു? സഹാബിയാകാൻ റസൂലായ രൂപത്തിൽ ഒരുമിച്ച് കൂടണം എന്നാണോ, അല്ല നബിയായ രൂപത്തിൽ ഒരുമിച്ച് കൂടണം എന്നാണോ? വറക്കത്ത് എപ്പോഴാണ് മരിച്ചത്, നുബുവത്തിന്റെ കാലത്താണോ റിസാലത്തിന്റെ കാലത്താണോ? ഇതെല്ലാം തീരുമാനിച്ചിട്ട് വേണം വറക്കത്ത് സഹാബിയാണെന്ന് പറയാൻ. അതാ വലമ്മാ തൂഫിയ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തുൽ ഖുസ്സ യാനി വറക്ക. ഖുസ്സ് എന്ന് പറഞ്ഞാൽ ഒരു മഹാപണ്ഡിതൻ എന്ന അർത്ഥത്തിലാണ്. മറ്റേ ഖുസ്ബിന് സായിദ ലോകപ്രാസംഗികനല്ല. അതാണ് വറക്കത്തിന്. സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട് വാലേഹി സിയാബുൽ ഹരീർ, പട്ടിൻ്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ട്. വൽ ഖസ്സു വൽ ഖിസ്സു ബി ഫത്ഹിൽ ഖാഫി വ കസ്രിഹ രണ്ടും വായിക്കാം. റഈസുൻ നസാറ, നസാറ ആൾക്കാരുടെ വലിയ ഒരു പണ്ഡിതൻ, ഒരു നേതാവിനാണ് ഖസ് അല്ല ഖിസ്. ദാലിക ബിഅന്ന മിൻഹും ഖിസ്സീസീന വ റുഹ്ബാന എന്ന് പറഞ്ഞില്ലേ. വഫീ റിവായത്തിൻ അബ്സറതുഹു ഫീ ബത്നാനിൽ ജന്നത്തി വഅലൈഹി സിയാബു സുന്ദുസ്, സ്വർഗത്തിൻ്റെ നടുവിൽ ഞാൻ അവരെ കണ്ടിട്ടുണ്ട് സുന്ദുസിൻ്റെ വസ്ത്രം ധരിച്ചിട്ട്. സ്വർഗത്തിലുള്ള വസ്ത്രത്തിനാണ് സിയാബു സുന്ദുസ് ഖുദറുൻ. അപ്പം ഏതായാലും ഒരു മഹാനായ ഒരു വ്യക്തിയാണെന്നുള്ള ആയിരിക്കും ഖിലാഫില്ല. വഫീ റിവായത്തിൽ ലാ തസുബ്ബു വറക്കത്ത, വറക്കത്തിനെ നിങ്ങൾ കുറ്റം പറയല്ലേ എന്ന്. ഫഇന്നി റഅയ്തു ലഹു ജന്നതൻ ഔ ജന്നതൈനി, അവർക്ക് ഒരു സ്വർഗമല്ല 2 സ്വർഗം ഞാൻ കണ്ടിട്ടുണ്ടെന്ന്. എന്തുകൊണ്ട്? ലിയന്നഹു ആമന ബി വസദ്ദഖനി, എന്നെ കൊണ്ട് വിശ്വസിക്കുകയും എന്നെ തസ്ദീഖാക്കുകയും ചെയ്തിട്ടുണ്ട്. വജസമ ഇബ്നു കസീർ ബി ഇസ്ലാമിഹി, അവർ മുസ്ലിമായിട്ടുണ്ട് എന്നത് തീർത്തു പറഞ്ഞു, അതിലായിരിക്കും തർക്കമില്ല. കാലബാദഹും ബഹുവർ റാജിഹിൻ്റെ ജഹാബിദത്തിൽ ഇമ്മ, ഇമാമിങ്ങളുടെ നേതാക്കന്മാർ റാജിഹും അത് തന്നെ. എന്തുകൊണ്ട്? ബിനാഅൻ അലാ അന്നഹു അദ്റക ദഅവത ഇലല്ലാഹി തആല അല്ലതി ഹിയ റിസാല, റിസാലത്ത് എത്തിച്ച് എന്നും അഭിപ്രായമുണ്ട്. എന്തുകൊണ്ട്? മരിക്കാൻ വേണ്ടിയിട്ടുണ്ടാവും. അതാ ഫഖദ് റവിയ അന്നഹു മാത ഫി സനത്തി റാബിഅതി മിനൽ മബ്അസി, വഹി അറിയിക്കപ്പെട്ടതിൻ്റെ 4ാം കൊല്ലത്തിലാണ് വഫാത്തായി എന്നുള്ള മോലെടുത്താൽ എന്തുണ്ട്? റിസാലത്തിൽ എത്തിച്ചല്ലോ. വയുഅയ്യിദുഹു ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ആമന ബി വസദ്ദഖനി എന്ന വാക്ക് അതിന് ശക്തിപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട്? റിസാലത്തിച്ചതിന് ശേഷമല്ലേ ഇത് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. വഫീ ഫത്ഹിൽ ബാരി അന്ന ഫീ സീറത്തി ഇബ്നി ഇസ്ഹാഖ് റളിയല്ലാഹു ഇന്ന വറക്കത കാന യമുറു ബി ബിലാൽ വഹുവ യുഅദ്ദബു, ബിലാലുൽ മുഅദ്ദിൻ വിശ്വസിച്ച കാരണത്താൽ അവരുടെ നേതാക്കന്മാർ എന്താക്കുന്നു, വല്ലാതെ അതിക്രമിക്കുന്നുണ്ട്. ആ സമയത്ത് വറക്കത്ത് അതിൽ കൂടി നടന്നു പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ തങ്ങൾ വിശാലത്തിന് ഇറങ്ങുകയും വിശ്വസിക്കുകയും ബലഹീനന്മാരെ മറ്റോർ മർദ്ദിക്കുകയും ചെയ്യുന്ന കാലത്ത് വറക്കത്തുണ്ട് എന്നല്ലേ വന്നത്. അപ്പം മരിക്കാൻ വേണ്ടി എന്താക്കി കുറേ പിന്തിയിട്ടുണ്ട്. വദാലിക യഖ്തദി അന്നഹു തഅഖറ ഇലാ സമനി ദഅവതി വഇലാ ദഖല ബഅദുൻ നാസി ഫിൽ ഇസ്ലാം, ദഅവത്തിൻ്റെ കാലത്തിന് മാത്രമല്ല എത്തിച്ചു കൊടുത്തപ്പോൾ
ബിലാൽ തങ്ങളെപ്പോലത്തെ ആളുകൾ മർദ്ദിക്കപ്പെടുന്ന കാലത്തും ഉണ്ടായി എന്നല്ല വന്നത്. യുർവ അന്ന വറക്കത്ത കാലലി ഖദീജ ഫി അവ്വൽ ഇബ്തിദാഇൽ വഹ്യ ഖബല നുസൂലി ശൈഇൻ മിനൽ ഖുർആനി വഖീല ബഅദ നുസൂലി ഇഖ്റഅ ഇദ്ഹബി ഇലൽ മക്കാനി അല്ലദീ റആ ഫീഹി മാ റആ. ഒരു വിഷയം പറയുന്നത്, വറക്കത്ത് ഖദീജ ബീബിയോട് പറഞ്ഞ് വഹീൻ്റെ തുടക്കത്തിൽ ഖുർആൻ ഇറങ്ങുന്നേ ഉള്ളൂ, ഇഖ്റ ബിസ്മി ഇറങ്ങിയിട്ടുണ്ട്. അതാ വഖീൽ ബഅദ നുസൂലി ഇഖ്റഅ ഇദ്ഹബി ഇലൽ മക്കാനി അല്ലദീ റആ ഫീഹി മാ റആ. നിങ്ങളെന്താക്കണം, ആദ്യ സ്ഥലത്തേക്ക് പോകണം. അവിടെ നിന്ന് ഹിറാ ഗുഹ. ഫൈദാ റആഹു, അങ്ങനെ അവരെ കണ്ട ഫതഹസ്സരി, നിങ്ങളെന്താക്കണം, തലയിലെ തട്ടുണ്ടല്ലോ അത് നീക്കണം, തല നോക്കണം. ഫഇന്നകും മിൻ ഇൻദില്ലാഹി ലാ യറാഹു, അപ്പോൾ അള്ളാഹുവിൻ്റെ വക്കൽ നിന്നുള്ളതാണെങ്കിൽ പിന്നെ മലക്കിനെ കാണൂല. അതായത് പെണ്ണങ്ങ് തലവർന്ന സ്ഥലത്ത് ജിബ്രീൽ വരൂല. ഫതറാഅ ലഹു ജിബ്രീൽ അലൈഹിസ്സലാം യൗമൻ വഹുവ ഫീ ബൈത്തി ഖദീജ. ഖദീജ ബീബിൻ്റെ വീട്ടിലിരിക്കവേ ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടു തങ്ങൾ. വകാനത്ത് ഖദ് ഖാലത്ത് ലിന്നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങളോട് പറഞ്ഞു, തസ്തതിഉ അൻ തുഖ്ബിറനി ബി സാഹിബിക ഹാദാ അല്ലദീ യഅതീക, തങ്ങളിലേക്ക് വരുന്ന ആ സാഹിബില്ലേ ജിബ്രീൽ അലൈഹിസ്സലാം, അവരെപ്പറ്റി പറഞ്ഞു തരാൻ തങ്ങൾക്ക് സാധിക്കുമോ? ഇതാ ജാഅക, അടുക്കിലേക്ക് വന്നാൽ. ഖാല നഅം, പറഞ്ഞു തരാം. ഫലമ്മാ റആ ജിബ്രീല, ജിബ്രീൽ അലൈഹിസ്സലാമിനെ കണ്ടപ്പോൾ ഖാല ലഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പറഞ്ഞ ഖദീജ ഹാദാ ജിബ്രീൽ, ജിബ്രീൽ വന്നിട്ടുണ്ട്. ഖദ് ജാഅനി ഐ ഖദ് റഅയ്തുഹു, വന്നിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഖാലത് ഖും യബ്ന അമ്മി, എണീക്കുന്നുണ്ട്. അത് ഫജ്ലിസ് അലാ ഫഖദി, എൻ്റെ ഈ കാൽമേലിരിക്കുന്നു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എണീറ്റ് ഫജലസ അലാ ഫഖദി, ആ കാൽമേലിരുന്നു. ഖാലത്ത് ഹൽ തറാഹു, ജിബ്രീലിനെ കാണുന്നുണ്ടോ? ഖാല നഅം. ഖാലത്ത് ഫതഹവ്വൽ ഫജ്ലിസ് ഫീ ഹജ്രി, എൻ്റെ മടിയിലിരിക്കുന്നു. ഫതഹവ്വല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫജലസ ഫീ ഹജ്രി. ഖാലത്ത് ഹൽ തറാഹു? ഖാല നഅം, അവിടെയും കാണുന്നുണ്ട്. ഫൽഖത്ത് ഖിമാറഹ, ഖിമാർ ഏതാണ്? തലയിലിടുന്ന അത് മാറ്റി. വ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസുൻ ഫീ ഹിജ്രിഹ, മടിത്തട്ടിലിരിക്കുന്നേ. സുമ്മ കാലത്ത് ഹൽ തറാഹു, കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഖാല ലാ എന്ന് പറഞ്ഞു. ഖാലത്ത് യബ്ന അമ്മി ഉസ്ബത്ത് വ അബ്ശിർ, താങ്കൾ ഉറച്ചിരുന്നോ, സന്തോഷിച്ചോ. ഇതെല്ലാം മാറി 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 നോക്കുന്നത് കൂടുതൽ ഹക്കുൽ യഖീനായിട്ടാണ്. അല്ലെങ്കിൽ കുട്ടിക്കാലത്തെ എന്തുണ്ട്, ഉമ്മാൻ്റെ കാലത്ത് തന്നെ ഖദീജ ബീവിക്ക് തങ്ങളറിയാം അമീനാണ്. ഫവല്ലാഹി ഇന്നഹു ദാലിക ലമലക്കുൻ, അത് മലക്ക് തന്നെയാണ്. മഹാദാ ശൈത്താൻ, ശൈത്താൻ വരൂല. അപ്പം തലയിലെ തട്ടം വെളിപ്പെട്ട സ്ഥലത്ത് ജിബ്രീൽ വരൂല എന്നിപ്പം പറഞ്ഞു വന്നത്. വഇലാ ദാലിക അശാറ സാഹിബുൽ ഹംസിയ, ബൂസരി ഇമാം പറഞ്ഞു, വആതാഹു ഫീ ബൈതിഹാ ജബ്രായീലു വലിബിൽ ഫിൽ ഉമൂരി ഇർതിയാഉ. ഖദീജ ബീബിൻ്റെ വീട്ടിൽ വെച്ച് ജിബ്രീൽ അലൈഹിസ്സലാം വന്നു. ബുദ്ധിയുള്ള ആളുകൾക്ക് എന്നുണ്ട് പലതിലും ഒരു അഭിപ്രായങ്ങളുണ്ടാവും. ഖദീജ ബീബി കൂട്ടത്തിൽപ്പെട്ടതാണ്. അങ്ങനെ ഫഅമാതത് അൻഹൽ ഖിമാറ ലിതദ്രി അഹുവൽ വഹ്യു അം ഹുവൽ ഇഗ്മാഉ. ഖിമാറിനെ നീക്കി. എന്തിനാണ് ഈ തദ്രിയ അഹുവൽ വഹ്യു, ഇത് വഹ്യ തന്നെയാണോ, അം ഹുവൽ ഇഗ്മാഉ, അല്ല ശൈത്താന മക്കൾ നിന്ന് എന്തോ ഒരു ബോധക്കേട് പോലെയാണോ എന്ന് പരിശോധിക്കാൻ. فاختفى عند كشفها الرأس جبريل فما عاد أو عيد الغطاء. فاختفى عند كشفها الرأس, തല വെളിപ്പെടുത്തിയ അവസരത്തിൽ ജിബ്രീൽ മറഞ്ഞുപോയി. ജിബ്രീൽ മറഞ്ഞു. ഫമാ ആദ, പിന്നെ മടങ്ങി വന്നില്ല. ഔ ഉഈദൽ ഗിതാ എന്ന് വെച്ചാൽ ആ മൂടി വീണ്ടും മടക്കുന്നത് വരെ. അവൻ്റെ അർത്ഥം ഇലാ നുഈദ. فاستبانت خديجة أنه الكنز
الذي هوالته والكيمياء. ഖദീജ ബീബിക്ക് വീണ്ടും ഉറപ്പായി ഇത് വല്ലൊരു കൻസ് തന്നെയാണ്, നിധി തന്നെയാണ്, അതാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത്. അത് കീമിയാകാണ്. എന്നുവെച്ചാൽ കീമിയ എന്ന് പറഞ്ഞാൽ എന്താ? മറ്റു ലോഹങ്ങളെ മറിച്ചിട്ട് സ്വർണ്ണമാക്കി മാറ്റുന്നൊരു വിദ്യയുണ്ടെന്ന് പറയപ്പെടുന്നു. എന്നാൽ കീമിയാകെന്ന് പറയും. وفي السيرة الحلبية روى ابن إسحاق عن شيوخه أنه صلى الله عليه وسلم كان يرقى من العين وهو بمكة قبل أن ينزل عليه القرآن. കണ്ണേറിനെ തൊട്ട് തങ്ങൾ മന്ത്രിക്കാറുണ്ട് എന്ന് പറഞ്ഞു. കണ്ണേറ് എന്നൊരു സാധനമുണ്ട്, അതിന് മന്ത്രിക്കലുണ്ട് ഖുർആൻ ഇറങ്ങുന്നതിന് മുമ്പ്. ഫലമ്മ നസല അലൈഹിൽ ഖുർആനു അസാബഹു മാ കാന യുസീബുഹു ഖബല ദാലിക. അപ്പോൾ ഖുർആൻ ഇറങ്ങിയതിന് ശേഷം മുമ്പേ ഉണ്ടാകാറുള്ള പോലെ കുറച്ച് ക്ഷീണവും പ്രയാസങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഫക്കാലത്തിൽ ഖദീജ ബീബി പറഞ്ഞു, വജ്ഹിലേക്ക് മഞ്ഞുർക്കിക്ക് മന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഒരു ഏർപ്പാടാക്കട്ടെ. കാല അമ്മൽ ആനഫല, ഇനിയിപ്പം വേണ്ട, ഖുർആൻ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞു. وهذا يدل على أنه كان يصيبه قبل نزول القرآن ما يشبه الإغماء بعد حصول الرعدة وتغميض عينه وتردد وجهه ويغط كغطية البكر. അപ്പോൾ ഖുർആൻ ഇറങ്ങുന്നതിൻ്റെ മുമ്പ് ചില ഒരു ക്ഷീണം, ഒരു ബോധക്കേടാകലി, ഒരു പേടി, അതുപോലെ കണ്ണടക്കലി, മുഖത്തിന് കളർമാറ്റം, പിന്നെ ശ്വാസതടസ്സം, ഇതൊക്കെ മുമ്പേ അനുഭവപ്പെടാറുണ്ടെന്നാണ് പറഞ്ഞത്. ولعل ذلك ഇതെന്തിനാ كان تألفا ليتحمل عباء الوحي حين نزوله عليه. വഹി വരുന്ന അവസരത്തിൽ അത് ഏറ്റെടുക്കുവാനുള്ള ഒരു ആദ്യം അടക്കം അതിൻ്റെ ആമുഖങ്ങൾ ഇങ്ങനെ തുടങ്ങിയത്. ഇതൊക്കെ എന്താക്കും? വഹി വരുമ്പോണ്ടാവും. വൈന്നമക്കാലത്ത് ഖദീജത്തോ, ഇനി ഖദീജ എത്രോട്ടായി ഇടയിലാണ് പോകുന്നത് അല്ലേ? തഫ്അലു ഹാദിഹിൽ അഷ്യാ ലിതുസബ്ബിത ഫിൽ അംരി ലിതതസബ്ബതി ഫിൽ അംരി വയസീറ ഇൻദഹാ ലറൂരിയൻ. ഖദീജ ബീബിക്ക് ഒന്നും തിരിയാത്തത് കൊണ്ടല്ല, ഒന്നും കൂടി വീണ്ടും 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 ഊട്ടി ഉറപ്പിക്കലും അത് ലറൂരിയാകണം, അനിഷേധ്യമായിട്ട് വരണം. അതിന് വേണ്ടിയുള്ള ഹക്കുൽ യഖീനായ പരിപാടിയാണ്. വഅമ്മാ ഹുവ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫകാനൽ അംറു മുൽതബസൻ അലൈഹി ഖബ്ല ളുഹൂരിൽ മലക്. മലക്ക് വരുന്നതിന് മുമ്പ് ഇത് അവ്യക്തമായ കാര്യമായിരുന്നു. വഅമ്മാ ബഅദ ളുഹൂരിഹി ലഹു ഫഇന്നഹു സാറ ഇൻദഹു ഇൽമ ലറൂരിയിൻ ബിഅന്നഹു ജിബ്രീൽ. അങ്ങനെ ജിബ്രീൽ അലൈഹിസ്സലാം വെളിപ്പെട്ടതിന് ശേഷം അത് അനിഷേധ്യമായി വന്ന് ജിബ്രീലാണ്. വഅന്നല്ലാഹ അർസലഹു ഇലൈഹി വഅന്നഹു ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലാണെന്നും തീർച്ചപ്പെട്ടു കഴിഞ്ഞു. ഇനി ഫത്രത പറയുന്നു, സുമ്മ ബഅദ നുസൂലി ഇഖ്റ ബിസ്മി ഇറങ്ങിയതിന് ശേഷം ഐ അവ്വൽ സൂറ ഇഖ്റ ബിസ്മി തേച്ചു ഇറങ്ങിയിട്ടില്ലല്ലോ, അല്ലമൽ ഇൻസാന മാലം യഅലം വരെ ഇറങ്ങിയിട്ടുള്ളൂ. കമാ തഖ്ഫതറൽ വഹ്യു, വഹ്യ് നിലച്ചു. അതെന്തിനാ? ലിയദ്ഹബ അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാന യജിദുഹു മിനർ റുഅബ്. ആ പേടിയും പ്രയാസങ്ങളൊക്കെ ഒന്ന് നീങ്ങിയിട്ട് കുറച്ച് റെസ്റ്റ് കിട്ടാനാണ്. വലിയഹസുന ലഹു ശൗഖു ഇലൽ ഔദി, അള്ളാഹുവിൻ്റെ അൻവാറിലേക്കും ഖുർആനിലേക്കും മടങ്ങി കിട്ടണമെന്ന ഷൗഖ് ഹസിലാകാൻ. ഫഹസന ഹുസ്നൻ ശദീദ, തങ്ങൾക്ക് എന്താക്കി ഫത്രത്ത് വന്നപ്പോൾ വല്ലാത്ത ദുഃഖമുണ്ടായി. ഹത്താ ഖദാ മിറാറൻ കൈതറദ്ദാ മിർ റൂസി ശവാഹിക്കിൽ ജിബാൽ, പർവ്വതങ്ങളെ മുകളിൽ നിന്ന് താഴോട്ട് ചാടാൻ വേണ്ടി പോലും ആഗ്രഹിച്ചു പോയി. ഫലകുല്ലമാ വാഫാ ദിർവത ജബലിൻ കയുൽഖി നഫ്സഹു മിന്ന, അതിൽ നിന്ന് താഴേക്ക് ചാടാൻ വേണ്ടിയിട്ട് പർവ്വതത്തിൻ്റെ മുകളിൽ എത്തിയപ്പോൾ തബദ്ദാ ലഹു ജിബ്രീൽ, ജിബ്രീൽ വെളിപ്പെടുന്നു. ഫഖാല യാ മുഹമ്മദ് ഇന്നക റസൂലുള്ളാഹി ഹഖാ, തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണ്. ഫയസ്കുനി ദാലിക ജഹിഷുഹായി കൽബുഹു വതഖറു നഫ്സുഹു വയർജിഉ, അപ്പോൾ ആ ദുഃഖം കണ്ട് മാറും. ഫൈദാ ത്വാലത്ത് അലൈഹി ഫത്രത്തുൽ വഹ്യി, അങ്ങനെ വഹ്യിൻ്റെ കാലയളവ് അങ്ങനെ നീണ്ടുപോയാൽ ഖദാലി മിസ്ലി ദാലിക, ഇതുപോലെ ആയിത്തീരും. ഫൈദാ വാഫാ ലിദിർവത്തി ജബലിൻ തബദ്ദാ ലഹു മിസ്ല ദാലിക. വഫീ ഫത്ഹിൽ ബാരി ജസുമ ബിഅന്ന മുദ്ദത ഫത്രത്തിൽ വഹ്യി കാനത്ത് സലാസ സിനീൻ. അതാ ബഷീറിച്ചു ഫത്ഹുൽ ബാരിയിലുണ്ട്, ഫത്രത്തുൽ വഹ്യിൻ്റെ കാലം 3 കൊല്ലമായിരുന്നു. വജസമ സുഹൈലി ബിഅന്ന കാന 60 സനതൈനി വനിസൻ, 2.5 കൊല്ലമായിരുന്നു എന്ന് സുഹൈലി റൗദുൽ ഉലൂമിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവില്ലേ.
വക്കീല ഹംസത്ത് അഷറജമം 15 ദിവസമാണെന്നൊരു കീലേൻ്റെ വക്കീല കരുതാലിക്കാം. ഒന്ന് വന്നാൽ പിന്നെ കീലേൻ്റെ പടയിരിക്കലേക്ക് പിന്നെ ഒരു അതീവ മൊലിതുണ്ടാക്കി വെച്ചട്ടല്ലേ പടയിൽ എൻ്റെ ബാക്കി ഐലൻ ഐലൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാട്ട്. അല്ലാതെ റത്തീബിൻ്റെ ഭാഗം വെച്ച് കിട്ടി. ജലാലി റത്തീബ് തീർന്നിട്ടുണ്ടാവും. ഉറുദുവിലും തമിഴിലും ഇങ്ങനെ പാട്ട് വെച്ചിട്ട് ബുർദയില്ല വെച്ച് കിട്ടി തന്നെ പല ചെയ്തു. മുസ്ലിമാവും ഇന്നകമേണ്ട് സമാപിച്ചാൽ പിന്നെ അതൊന്നും തീർക്കില്ല, നമുക്ക് തീർന്നിട്ടില്ല എന്ന് പറയും. وكان صلى الله عليه وسلم في مدة فترة الوحي يتردد على غار حراء ويجاور فيها كما يصنع قبل. ഈ ഫത്രത്തിൻ്റെ കാലത്തും ഹിറാ ഗുഹയിലേക്ക് പോകും, എന്നിട്ട് മുമ്പേ ചെയ്യാനുള്ള അമലൊക്കെ ചെയ്യും. അതിനാൽ ലിഖായിൽ മലക്കിനെ കാണാൻ ആഗ്രഹിച്ചുകൊണ്ടും വനുസൂലിൽ വഹി. വഅൻ യഹ്യ ബിൻ ബുകൈർ ഖാല സഅൽതു ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ ചോദിച്ചാണ് ഇബ്തിദാഇൽ വഹി, വഹിയിൻ്റെ തുടക്കം. ഐ ബാദ ഫത്രത്ത് കഴിഞ്ഞതിന് ശേഷം. മറ്റേതെല്ലാവർക്കും അറിയപ്പെട്ട വളരെ ഏതൊരു മുസ്ലിമിൻ്റെ പരിചയമുള്ള വിഷയമാണ്. ഫത്രത്തിന് ശേഷം പിന്നെ വഹിയിൻ്റെ തുടക്കം എങ്ങനെയാണ്? ഫഖാല ലാ ഉഹദ്ദിസുക ഇല്ലാ മാ ഹദ്ദസനാ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് പറഞ്ഞു തന്നത് അല്ലാതെ ഞാൻ വേറൊന്നും എനിക്ക് പറഞ്ഞു തരില്ല, ഉള്ളതുപോലെ അങ്ങോട്ട് പറഞ്ഞു തരും. കാല തങ്ങൾ തന്നെ പറയുന്ന ജാബർതു ബി ഹിറാ, ഹിറയിൽ ഞാൻ അവിടെ താമസിച്ചു. ഫലമ്മ കലയത്തു ജിവാരി, അവിടെ താമസിക്കാനുള്ള ആ കാലാവധി കഴിഞ്ഞിട്ട് ഹബത്തു ഞാൻ തലേക്ക് ഇറങ്ങി. ഫനൂദീത്തു എന്നെ വിളിക്കുന്നുണ്ട്. ഫനദർത്തു അൻ യമീനി, അപ്പോൾ ബലഭാഗത്തേക്ക് നോക്കി. ഫലം മറ ഷൈഅൻ ഒന്നും കാണുന്നില്ല. ഫനദർത്തു അൻ ശിമാലി ഇടഭാഗത്ത് നോക്കിയപ്പോഴും ഫലം മറ ഷൈഅൻ ഒന്നും കാണുന്നില്ല. ഫനദർത്തു മിൻ ഖൽഫി പിന്നിൽ നിന്ന് നോക്കി. ഫലം മറ ഷൈഅൻ അവിടെയൊന്നും കാണുന്നില്ല. പിന്നെ ആര്? ഫറഫഅതു റഅസി അങ്ങനെ മേലോട്ട് നോക്കിയപ്പോൾ ഫറഅയ്തു ശൈഅൻ ബൈന സമാഇ വൽ അർദ് ആകാശത്തിൻ്റെയും ഭൂമിൻ്റെ ഇടയിൽ ഒന്ന് കാണുന്നുണ്ട്. വഫീ റിവായത്തി ഫഇദൽ മലക്കുല്ലദീ ജാഅനി ബിഹിറാ, ഹിറയിൽ വെച്ച് കണ്ട അതേ മലക്കാണ് അവിടെ ഉള്ളത്. ജാലിസുൻ അലാ കുർസിയ്യിൻ, ഒരു കസേരയിൽ ഇങ്ങനെ ഇരുന്നതായിട്ട് കാണുന്നു. ഫറഅയ്തു മിൻഹു ഞാൻ പിടിച്ചു വീഞ്ഞു. ഫഅതൈതു ഖദീജത, ഖദീജ ബീവിയുടെ അടുക്കലേക്ക് പോയി. ഫഖുൽതു ദസ്സിറൂനി ദസ്സിറൂനി, പുതപ്പിട് എന്ന് പറഞ്ഞു. വഫീ റിവായത്തി ദമ്മിലൂനി ദമ്മിലൂനി, രണ്ടും അർത്ഥം തന്നെ. വസുബ്ബു അലയ്യ മാഅൻ ബാരിദാ, തണുത്ത വെള്ളം എന്ന് ഒഴിക്കാൻ പറഞ്ഞു. എന്തിനാണ് പുതപ്പിട്ടത്, എന്തിനാ തണുത്ത വെള്ളം എല്ലാം പറഞ്ഞു. ഫനസലത്ത് ഹാദിഹിൽ ആയത്ത്, അപ്പോഴാണ് ആയത്ത് യാ അയ്യുഹൽ മുദ്ദസ്സിറു എന്ന് പറഞ്ഞാൽ എന്താ? അൽ മുതലഫിഫു ബിസിയാബിഹി, വസ്ത്രം കൊണ്ട് പൊതിച്ച് കിടക്കുന്ന നബിയൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖും ഫഅൻദിർ വറബ്ബക ഫകബ്ബിർ ഫസിയാബക ഫതഹിർ എന്നിങ്ങനെ. തങ്ങൾ എണീക്ക്, എന്താക്ക്, തങ്ങളെല്ലാവർക്കും അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് പേടിപ്പിച്ചറിയിക്കുന്നു. അപ്പോൾ സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കണം. പക്ഷേ സന്തോഷം അറിയിക്കപ്പെടേണ്ട ആളെന്നെങ്കിലല്ലോ. എല്ലാവരും തെറ്റിലും ശിർക്കിലും ഒഴുകിയല്ലേ. അപ്പോൾ പിന്നെ ഫാന്തിർ എന്ന് മാത്രം പറഞ്ഞാൽ മതിയല്ലോ. വലം യഖുൽ ബഅദ ഖൗലിഹി ഫഅൻദിർ, അക്കൂട്ടത്തിൽ വബശിർ എന്നും കൂടി വേണ്ടതല്ലേ? വലം യഖുൽ ബഅദ ഖൗലിഹി ഫഅൻദിർ എന്നതിന് ശേഷം വബശിർ എന്നും കൂടി പറയേണ്ടതല്ലേ? മാ അന്നഹു കമാ ബുഅസ ബിൻ നദാറത്തി ബുഅസ ബിൽ ബിശാറത്തി, അള്ളാഹുവിൻ്റെ ശിക്ഷ കൊണ്ട് പേടിപ്പിച്ചറിയിക്കുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്വർഗം കൊണ്ടും റഹ്മത്ത് കൊണ്ടും സന്തോഷവാർത്ത അറിയിക്കുകയും വേണ്ടേ? അത് ലിഅന്നൽ ബിശാറത ഇന്നമാ തകൂനു ലിമൻ ആമൻ, വിശ്വസിച്ച ആളുകളോടാണ് എന്താക്കേണ്ടത്? ബിശാറത്ത് അറിയിക്കേണ്ടത്. വലം യകുൻ അഹദുൻ ആമന മിൻ ഖബ്ല, അതിന് മുമ്പ് വിശ്വസിച്ച ആൾ അവിടെ ഇല്ല. വഹാദാ യദുല്ലു അലാ തഖദ്ദുമി നുബുവ്വതിഹി അലാ റിസാലതിഹി. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്, നുബുവ്വത്ത് ആദ്യം മുന്തിയ ഇഖ്റ വിഷയോടുകൂടി പത്രത്തിന് ശേഷമാണ് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഇറങ്ങിയത്. ഇത് റിസാലത്ത്, അപ്പോൾ റിസാലത്ത് പിന്തി എന്നറിയുന്നു. വഇന്ന നുബുവ്വതഹു കാനത്ത് ബിനുസൂലി ഇഖ്റ, ഇഖ്റ ഇറങ്ങലോടുകൂടി നുബുവ്വത്തായി വരിസാലത്തും യാ അയ്യുഹൽ മുദ്ദസ്സിറുകൊണ്ട് റിസാലത്തും. അപ്പം രണ്ടും രണ്ട് ടൈമാണ് എന്നാണ്. വക്കീല ഇന്നഹുമാ മുഖത്തലിനാനി, രണ്ടും ഒപ്പം തന്നെയാണ് എന്നൊരു കയ്യിലുണ്ട്. അപ്പോൾ പോൽ മുത്താഖബ പിന്തിയതോ ഇന്നമാ ഇൽഹാറു ദഅവത്തി, ദഅവത്ത് വെളിപ്പെടുത്തൽ കുറച്ച് പിന്തിയെന്നല്ലോ. റിസാലത്ത് അവിടെ കൊടുത്തു വെച്ചിട്ടുണ്ട്. ആ ക്ഷീണമെല്ലാം മാറി. അപ്പോൾ അതിന് ഒരു തയ്യാറെടുപ്പുണ്ട്.
يعني أنه حصلت له النبوة والرسالة بنزول إقرأ ഇഖ്റ ഇറങ്ങലോടുകൂടി തന്നെ നബുവത്തും റിസാലത്തും രണ്ടും ഒപ്പം കിട്ടി. വലാകിന്നഹു മാ ഉമിറ ബിഇദ്ഹാരി ദഅവതി ഇല്ലാ ബിയാ അയ്യുഹൽ മുദ്ദസ്സിർ. അവിടെ നിന്നാണ് എന്താക്കല് രംഗത്തേക്ക് വരാനുള്ള കൽപ്പന ഉണ്ടായത്. ഫബിഹാ ഹസനൽ ജഹ്റു ബിദ്ദഅവതി എന്ന അപ്പം എന്താക്കിയെന്നറിയോ ദഅവത്ത് കൊണ്ട് പരസ്യമായി പറയിലേക്ക് എത്തി. അത് പിന്നെ ഇനിയില്ല. ഇനി അതിൻ്റെ തർത്തീബ് ഞാൻ പറയും. വാന്തൽ അക്ഷരത്തൊക്കെ അല്ല കറമീൻ അടുത്തുള്ള ആളോട് അറിയിക്കുക. അപ്പോൾ വലിയ ജനക്കൂട്ടം എന്താക്കും ഉണ്ടായിത്തീരും. പിന്നീടാണ് ഫസ്തബിമാ തൂമർ, ഇനി ആരെയും പേടിക്കേണ്ട പരസ്യമായി തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെ പല രംഗങ്ങളുണ്ട്. എന്താ قال ذكر الشيخ محي الدين بن العربي رضي الله عنه في قوله تعالى يا أيها المدثر എന്ന് പറഞ്ഞെങ്കിൽ إعلم أن التدثير إنما يكون من البرودة. തണുപ്പുണ്ടാകുമ്പോഴല്ലേ പുതപ്പിട്ട് മൂടല്. അപ്പോൾ ഇവിടെ ഇപ്പോൾ തണുപ്പുണ്ടായിന്നാണ്. അതിലത്തെ യഹസുൽ അഖബൽ വഹയിൻ്റെ നേരത്ത് തണുപ്പുണ്ടായെങ്കിലല്ലേ പുതപ്പിട്ട് മൂടല്. അപ്പോൾ ഇവിടെ വഹി വരുമ്പോൾ തണുപ്പുണ്ടായി. അപ്പോൾ പിന്നെ അങ്ങനെ ഇത് പുതപ്പ് ഏലം അന്ന തദ്സീറാണ്. അത് വദാലിക അന്നൽ മലക ഇദാ വറദ അലൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിഇൽമിൻ ഔ ഹികമിൻ തലക്കാ ദാലിക റൂഹുൽ ഇൻസാനി. മലക്ക് ഇൽമോ ഹിക്മത്തോ കൊണ്ടെന്താക്കും തങ്ങളിലേക്ക് വന്നാൽ അത് റൂഹാണ് ഏറ്റെടുക്കുന്നത്. വഇൻദ ദാലിക തസ്തഇലുൽ ഹറാറത്തുൽ ഖരീസിയ്യതു. അപ്പം എന്താകുന്നറിയോ റൂഹിന് ഭയങ്കരമായ ചൂടനുഭവപ്പെടും. ആ ചൂട് ശരീരത്തിൽ പ്രകടമാകും. അപ്പോൾ ഫയതഗയ്യറുൽ വജ്ഹു ലിദാലിക, അതിനാണ് മുഖത്തിൽ തഗയ്യുർ വരുന്നത്. വതന്തഖലു റുതൂബാതു ഇലാ സതിഹിൽ ബദനി, ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എന്താക്കും ആ നനവ് വേർപ്പിൻ്റെ നനവെന്താക്കും അളക്കുമ്പോൾ ഇസ്തീലായിൽ ഹറാറ ചൂട് അധികരിച്ചുകൊണ്ട് ഫയകൂനു മിൻ ദാലിക്കൽ ഇറക്കും, അതിനാൽ വേർപ്പുണ്ടാകും. ഫൈദാ സുജ്ജിയ അൻഹു ദാലിക സകനൽ മിസാജു, അതും പോയി കഴിഞ്ഞാൽ എന്താകും ആ ശരീരത്തിൻ്റെ പ്രകൃതിയെല്ലാം അടങ്ങി. വഖബിലൽ ജിസ്മുൽ ഹവാഅ മിൻ ഖാരിജിൻ, ശരീരം എന്താക്കുന്നു പുറത്തു നിന്ന് നല്ല ഫ്രഷ് വായു സ്വീകരിക്കുകയാണ്. ഫയബ്റുദുൽ മിസാജ്, അപ്പം പിന്നെ തണുപ്പ് അനുഭവപ്പെടുന്നു. അപ്പോൾ തുടക്കത്തിൽ ചൂടാണെങ്കിലും അപ്പോൾ അപ്പോൾ ഒരു തണുപ്പും ഒരു വിറയലും അനുഭവപ്പെടുന്ന അവസരത്തിൽ എന്താകും പുറപ്പെടും. വദക്കറ സുഹൈലി അന്നമിൻ ആദത്തിൽ അറബി ഇത് അത് വേറെ വിഷയം. എന്താണ് തങ്ങളെ വിളിച്ചത് യാ യുഹൽ മുദ്ദസ്സിറൂന്ന് അല്ല, യാ യുഹൽ റസൂലെന്നോ യാ യുഹൻ നബിയെന്നോ എന്തെങ്കിലും വിളിച്ചൂടെ. മുദ്ദസ്സിർ എന്ന് പറഞ്ഞാൽ അറബികൾ ചില സംബോധനത്തിൽ ആ രംഗത്തുള്ള കാര്യം കൂട്ടി വായിക്കുന്ന പറയും. അതൊരു അറബിൻ്റെ ശൈലിയാണ്. വദക്കറ സുഹൈലി അന്ന മിൻ ആദത്തിൽ അറബി ഇദാ ഖുസിദത്തിൽ മുലാത്തഫത, സ്നേഹപൂർവ്വം ഒരാളെ വിളിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ എന്താകും അൻ തുസമ്മൽ മുഖാത്തമ ബിസ്മിൻ മുസ്തഖിൻ മിൻ ഹാലത്തില്ലത്തി ഹുവ അലൈഹ, ഇപ്പോഴുള്ളൊരു ഹാലത്തമൽ പഠിച്ചിട്ടുണ്ടാകും അതിൽ നിന്ന് പേര് വിളിക്കും. ഫലാ തഫഹുൽ ഹഖ് സുബ്ഹാനഹു വ തആല, അല്ലാഹു തആല സ്നേഹപൂർവ്വം വിളിച്ചതാണ് ബിഖൗലിഹി യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ എന്ന് പറഞ്ഞത്. ഫബിദാലിക ഉലിമ റിളാഹു അല്ലദീ ഹുവ ഗായത്തുൽ മത്ലൂബ, ഗായത്തു മത്ലൂബിഹി എന്നാ വേണ്ടിയാണ് താവണ്ട അല്ലണ്ട. അതെ, തങ്ങളുടെ മത്ലൂബ് എന്താ അല്ലാഹു തആല പൊരുത്തപ്പെട്ടിരിക്കണമെന്നാണ്. അതിവിടെ ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ആ സ്നേഹപൂർവ്വമുള്ള വിളിയാന്നല്ലോ. വബിഹി കാന യഹൂനു അലൈഹി തഹമ്മുലു ശദാദീനി, എന്ത് പ്രയാസങ്ങളുണ്ടായാലും അത് സഹിക്കൽ തങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ല. ആ കോലത്തിലായി. വമിൻ ഹാലത്ത്, ഇനി അതുപോലത്തെ ഉദാഹരണം നോക്കും. വമിൻ ഹാദിഹിൽ മുലാത്തഫത്തി ഖൗലുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് തങ്ങളെ വിളിച്ച് വഖദ് നാമ വഖദ് അർജബ ജബീനുഹു, മൂപ്പർ നിലത്ത് കിടക്കുകയാണ്, മണ്ണെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. യാ അബാ തുറാബ് എന്നാണ് വിളിച്ചത്. ആ മണ്ണെല്ലാം ഇപ്പോൾ ശരീരത്തിൽ വരേണ്ടത് അബൂ തുറാബെ എണീന്നു. ഇനി വഖൗലുഹു ലി ഹുദൈഫ വഖദ് നാമ ഇലൽ ഇസ്ഫാരി, ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്താക്കി കുറച്ച് വൈകോളം ഉറങ്ങിപ്പോയി. ഇസ്ഫാർ എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചിട്ടില്ല, സംസ്കാരത്തിന് കഴിഞ്ഞിട്ട് ഇടയിലുണ്ടല്ലോ. അത് ഞാൻ നൗമാൻ ഉറക്കുകാരാ എണീക്കുക എന്ന് പറഞ്ഞു.
അപ്പോൾ ഉറങ്ങുന്ന അവസരത്തിൽ നൗമാനെ വിളിച്ചു. അതുപോലെ അബ് ഇബിൻ എന്നൊക്കെ കൂട്ടിയിട്ട് എന്താക്കും, അവരെ ഹാലത്ത് വെക്കും. ഇവിടെ അബ് എന്നാ കുട്ടിയത്. ഇപ്പം മടിയാറമാർ അബുൽ ഖസ്ലാന്ന് വിളിക്കും, മടിയമാർ ഉപ്പാപ്പാന്ന്. അപ്പം മുദ്ദസിൽ എന്ന് വിളിച്ചതിൻ്റെ കാരണം പറഞ്ഞത്, പുതപ്പെട്ടതിൻ്റെ കാരണമല്ല പറഞ്ഞത്. അത് മറ്റേ പറഞ്ഞു, ആദ്യം ചൂടനുഭവപ്പെടും, അപ്പം വേർപ്പുണ്ടാകും, എന്നാൽ പിന്നെന്താകും, തണുപ്പ് വായു തട്ടുമ്പം അത് നമുക്കിപ്പോൾ അങ്ങനെ തന്നെയല്ലേ. ഇപ്പം അത്ര ചൂട് വന്നിട്ട് ആകെ ഒക്കെ വേർക്കുന്നില്ലേ. ബാബുൻ ഫി മറാത്തിബിൽ വഹയി വ അഖ്സാമിഹി. വഹയ്യ് പല ഇനങ്ങളുമുണ്ട്. അപ്പം ഇന്നലെ പറയല്ലോ വഹയ്യിൻ്റെ എല്ലാ ഇനങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന്. അതിലേറ്റവും പൂർണ്ണമായ രൂപമാണ് ഇത് ഖുർആൻ ഇറങ്ങുന്നത്. ഖദ് കമ്മലല്ലാഹു സുബ്ഹാനഹു വ തആല ലിനബിയിന സല്ലല്ലാഹു അലൈഹി വസല്ലം മറാത്തിബൽ വഹയി വ അൻവാഅഹു. വഹയ്യിൻ്റെ സകല മർത്തബകളും അതിൻ്റെ മുഴുവൻ ഇനങ്ങളും തങ്ങളിൽ സമ്പൂർണ്ണമാക്കി കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇഹദ തിൽക്കൽ മറാത്തിബി, അതിൻ്റെ തുടക്കം പറയാം. അതേതാണ്? അർറുഇയ സാദിഖ, 6 മാസം സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫക്കാന ലാ യറാ റുഇയ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹി. സുബ്ഹിൻ്റെ വെളിച്ചത്തിൽ ഒരു സാധനം കാണുന്നത് പോലെയാണ് സ്വപ്നത്തിൽ വല്ല കാര്യങ്ങൾ കണ്ടാൽ അത്രയും അത് യാഥാർത്ഥ്യമായിരിക്കും. റവാ ഇബ്നു ഇസ്ഹാഖ അന്ന ജിബ്രീൽ അലൈഹിസ്സലാം അത്തൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈലത്തൻ നുബുവ്വതി വഖത്തഹു സലാസൻ വഖറഅ അലൈഹി അവ്വല സൂറത്തി ഖറഅ ബിസ്മി മനാമൻ. അതായത് നുബുവ്വത്തിൻ്റെ രാത്രി ഉണ്ടല്ലോ, അവിടെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നു തങ്ങളെ അണച്ചുകൂട്ടി എന്ന് പറഞ്ഞില്ലേ, അതാദ്യം മനാമിയായിട്ടുണ്ടായിരുന്നു എന്നാണ് ഇഖ്റ ഇറങ്ങിയിട്ട്. സുമ്മ അത്താഹു ഫഅല ദാലിക മഹു യഖലത്തൻ, പിന്നെ വീണ്ടും എന്താക്കി, ഉണർവിയോടുകൂടി ഇതേമാതിരി തന്നെ ചെയ്തു. അപ്പോൾ ഇഖ്റ 2 തരത്തിലുണ്ട്, മനാമിയായിട്ടും യഖലത്തിലും. ബൽ റുവിയ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാ കാന യതിഹി ശൈഉൻ യഖലത്തൻ ഇല്ലാ ഉരിയഹു ഖബല ദാലിക ഫി മനാമിഹി. ഉണർവിയിൽ എന്തെല്ലാം കാണിക്കപ്പെടുന്നു അതാദ്യം തന്നെ എന്താക്കും, സ്വപ്നത്തിൽ കാണിക്കപ്പെടും. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം വന്നതും ഇഖ്റ ഓതിയതും 3 വട്ടം അണച്ചുകൂട്ടിയതൊക്കെ ആദ്യം മനാമിൽ കണ്ട്, പിന്നീട് അതുപോലെ തന്നെ പുലരുക. ലാ യറാ റുഇയ ഇല്ലാ ജാഅത് മിസ്ല ഫലഖി സുബ്ഹി എന്ന് പറഞ്ഞല്ലോ. വഫി കലാമി ശൈഖ് മുഹ്യിദ്ദീൻ മാ യദുല്ലു അലാ അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ജമീഅ മാ യഅതീഹിൽ വഹ്യു മിനൽ അംബിയായി കാന ഇദാ ജാഅഹുൽ വഹ്യു യസ്തൽഖി അലാ ലഹ്രിഹി. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാവട്ടെ, അതുപോലെ തന്നെ അംബിയാ മുർസലീങ്ങൾക്ക് വഹ്യ് വരുന്ന അവസരത്തിലും അവർ മലർന്ന് കിടക്കലാണ്. ബേക്കിൽ എന്തിനാ മലർന്ന് കിടക്കുന്നത്? ഹൈസു ഖാല സബബുൽ ഇത്തിജാഇൽ അംബിയാഇ അലാ ളുഹൂരിഹിം, അവർ പിന്നിൻ്റെ മേലെ മലർന്ന് കിടക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കാരണം ഇന്ദ നുസൂലിൽ വഹ്യി ഇലൈഹിം, അവരിലേക്ക് വഹ്യ് ഇറങ്ങുന്ന അവസരത്തിൽ അന്നൽ വാരിദൽ ഇലാഹി അല്ലദീ ഹുവ സിഫത്തുൽ ഖയ്യൂമിയ്യ ഇദാ ജാഅഹും ശഗല റൂഹുൽ ഇൻസാനിയ്യു അൻ തദ്ബീരിഹി. മനുഷ്യൻ്റെ ഇൻസാനിയ റൂഹുണ്ടല്ലോ, അത് ശരീരം നിയന്ത്രിക്കലും കാര്യങ്ങൾ അറിയതൊക്കെ ഇങ്ങനെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ പണിയുടെയും ആളാരാന്ന് റൂഹാണ്. അതെന്താക്കും, അതെല്ലാം നിർത്തി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തിരിയും, ഈ വാരിദുൽ ഇലാഹിയിലേക്ക് സ്വീകരിക്കാൻ. അപ്പം ഫലം യബ്കലൽ ജിസ്മി മൻ യഹ്ദു അലൈഹി ഖിയാമഹു വ ഖുഊദഹു. അപ്പോൾ അതിൻ്റെ നൃത്തം നിരുത്തം മുഴുവൻ നിയന്ത്രിക്കാൻ ശരീരത്തിന് ഇപ്പോൾ ഒരു നേതാവില്ലണ്ടായി. അവരെ ശ്രദ്ധ മുഴുവൻ ഇങ്ങോട്ടേക്ക് പോയി. ഫറജ ഇല അസലിഹി, അതെന്താക്കും, അസലിലേക്ക് മടങ്ങിയെന്നാൽ ലുസൂഖുഹുമില്ല, നമ്മൾ ഭൂമിയോട് പറ്റി കിടക്കലല്ലാത്ത വേറെ രക്ഷയില്ല. ഇത് തന്നെയാണ് അവലിയാക്കന്മാർക്ക് ഇൽഹാമുണ്ടാകുന്ന അവസരത്തിൽ വലന്ന് നടക്കലാണ്. ചെന്നിട്ടോ ചെന്നിട്ടോ കിടക്കൂല, ശരീരം നട്ടെല്ലാം എല്ലാം ഭൂമിയിൽ ചിലപ്പോൾ അവിടെ നീങ്ങാൻ തന്നെ കഴിയൂല. വാരിദാത്ത് വരുന്ന അവസരത്തിൽ ഒന്ന് നീങ്ങിക്കിടക്കണമെന്ന് പറഞ്ഞാൽ കഴിയൂല. ഇതിൻ്റെ മറ്റൊരു ഭാഗമാണല്ലോ.
അപ്പോൾ മലർന്നു കിടക്കലാണ്. അസാനിയത്തു മാക്ക, ഇത് ഒന്നാമത്തെ ഹാല് രാത്രി സ്വപ്നത്തിൽ കാണും, അതങ്ങനെ തന്നെ പകല് പുലിരും. അപ്പോൾ 2 തവണ ഉണ്ടാവും മനാമി യക്കളത്തയച്ച്. അസാനിയ രണ്ടാമത്തത് മാക്കാന യുൽഖീഹിൽ മലക്കു ഫീ ഖൽബിഹി മിൻ ഗൈരി അൻ യറാഹു, മലക്കിനെ കാണൂല. ഇതന്നെയാണ് ഈ ഹൈലൊക്കെ പറഞ്ഞത്. മലക്കിനെ കാണാത്ത രീതിയിൽ കൽബിലേക്ക് എന്താക്കും, ഇട്ടു കൊടുക്കും. വയഖ്ലുഖുല്ലാഹു ഫീഹി ഇൽമൻ ദറൂറിയൻ യഅലമു ബിഹി അന്നഹു വഹയ്യുൻ ലാ മുജറദ് ഇൽഹാം, അത് വഹയ്യ് തന്നെയാണ് എന്നെന്താക്കും, അവർക്ക് ഉറപ്പായിട്ട് തിരിയും. ആസ്വദിക്കാതെ നമ്മളിപ്പോഴത്തെ കുന്തങ്ങൾക്കൊന്നും തിരിയൂല. അപ്പോൾ ഇൽഹാമ മാത്രമല്ല എന്ന് തിരിയും. 2 അസ്സാലിഹത്തു മൂന്നാമത്തത് ഖിതാബുൽ മലക്കി ലഹു വഅലൈക്കും അസ്സലാം, മലക്ക് ഖിതാബിടും. കഅൻ യതമസല ലഹു റജുലൻ, ഒരു റജുലായിട്ട് വന്നിട്ട് ഫയുഖാതിബുഹു, എന്നിട്ടോ തങ്ങളോട് ഖിതാബിടും. ഹത്താ യഅയന്നു മാ യഖൂലു, ആ പറഞ്ഞത് മുഴുവനും മനഃപ്പാടമാക്കുന്നതേ പറഞ്ഞിട്ട് പോകും. അപ്പോൾ മറ്റുള്ള ആൾ കാണും, ഒരു മനുഷ്യനാണ്. ഫഖദ് സബത അന്നഹു കാന യഅതി ഫീ സൂറത്തി ദിഹ്യത്തി മിൻ ഖലീഫത്തുൽ കൽബി, ദിഹ്യത്തുൽ കൽബിൻ്റെ കോലത്തിലാണ് വരാറുള്ളത് എന്ന് അത് ഹദീസിൽ വന്നിട്ടുണ്ട്. വകാന ജമീലൻ വസീമൻ, ഈ ദിഹ്യത്തുൽ കൽബി വലിയ സുന്ദരനായ ആളായിരുന്നു. അപ്പോൾ സുന്ദരമായ കോലത്തിലേക്ക് വന്നു. അപ്പോൾ കണ്ടാക്ക് ദിഹ്യത്തുൽ കൽബി വന്നതേ തോന്നുള്ളൂ. ഹസനൽ വജ്ഹി ഇദാ കദിമൽ തിജാറത്ത് ഖറജ് നിസാലി തറ, മൂപ്പർ കച്ചവടത്തിലോ വേറെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താക്കും, പരിസരത്തിൽ പെണ്ണുങ്ങളെല്ലാം അവരെ കാണാൻ വേണ്ടി ഇങ്ങനെ ആ തെളിഞ്ഞ മുഖം കാണാൻ വേണ്ടിയിട്ടെല്ലാം ഒരുമിച്ച് കൂടുന്നവർ സ്വന്തം ആസ്വദിക്കാൻ. അത് ദഹ്യത്തിനെ പറ്റി പറഞ്ഞത്. അപ്പോൾ സുന്ദരമായ ഒരു കോലത്തിൽ മലക്ക് വരും. 10 മസലഹ ബശറൻ സബിയ എന്ന് മറിയമ്മയുടെ അടുക്കൽ വന്നില്ലേ. കാല സിറാജുൽ ബുൽഖീനി റളിയല്ലാഹു അൻഹു പറഞ്ഞു, യജൂസു അന്നൽ ആതിയ ജിബ്രീൽ ബിശക്ലിഹിൽ അവ്വലി, കണ്ട ആദ്യത്തെ ശക്കലിൽ തന്നെയാണ് ഉള്ളത്. ഇല്ലാന്ന ഇന്തമ്മ ഫസാറ അലാ ഖദ്രി ഹൈഅത്തിർ റജുൽ, എന്താക്കി ചുരുങ്ങിച്ച് റെഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചുരുങ്ങലില്ലേ. ഒരു മനുഷ്യൻ്റെ 6 അടി ഫോട്ടോ കൊണ്ടപ്പോൾ ഒരു പാസ്പോർട്ട് ഇത്തരം ഫോട്ടത്തിന് കൊടുക്കാല്ല. അപ്പോൾ ആദ്യത്തെ ശക്കല് തന്നെ ഉണ്ട്, പക്ഷേ ഇങ്ങനെ ഒതുക്കി തന്നു. വമിസുൽ ദാലിക, അതിന് ഉദാഹരണം അൽ ഖുത്ലു പഞ്ഞി ഇദാ ജുമിയ ബഅദ നഫസിഹി, അതാ അതിങ്ങനെ എന്താക്കുക തച്ച് പരത്തിയാൽ ഇങ്ങനെ വലിയ മൂടൽ മഞ്ഞ് പോലെ കാണും. ആ ചുരുട്ടി എന്താക്കുക ഒതുക്കി കഴിഞ്ഞാൽ ചെറുതായി. അലാ സബീലി തക്ലീഫ്, ഇതൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ അലാ സബീലി തക്ലീഫ്, മനസ്സിലാകാനുള്ള ഉദാഹരണം. ഇത് തന്നെയാണ് അവിടെ എന്നല്ല. ഖാല ഫീ ഫത്ഹിൽ ബാരി വൽ ഹഖ് അന്ന തമസ്സുൽ മലക്കി റജുലൻ ലൈസ മഅനാഹു അന്ന ദാത ഇൻഖലബത്ത് റജുലൻ, മലക്ക് ഒരു റജുലായി കോലം വന്നു എന്ന് പറഞ്ഞാൽ അവരുടെ ദാത്ത് തന്നെ മാറി എന്നല്ല അർത്ഥം. ബൽ മഅനാഹു അന്നഹു ദഹറ ബിതിൽക സൂറത്തി, ആ സൂറത്തിൽ വെളിപ്പെട്ടു എന്നേ ഉള്ളൂ. ഓരോ അസൽ കോലം മാറിയിട്ടൊന്നുമില്ല. തഅനീസൻ ലിമൻ യുഖാതിബുഹു, ആരോടാണോ ഖിതാബിടുന്നത് അവരെ ഒന്ന് സന്തോഷിപ്പിക്കണമല്ലോ, അല്ലെങ്കിൽ പേടിച്ചിട്ട് പറഞ്ഞോളിയില്ലേ. വല്ലാഹിറു അന്നൽ ഖദ്റ സായിദ ലാ യസൂലു വലാ യഫ്നാ ബൽ യഖ്ഫാ അലർ റായി ഫഖത്ത്, അതാ അസൽ കോലത്തിനാക്കാണ് കൂടുതലുള്ളത്, നീങ്ങിപ്പോകുന്നില്ല, നശിക്കുന്നുമില്ല, പക്ഷേ അത് കാണുന്ന ആൾക്ക് കാണുന്നില്ല എന്നേ ഉള്ളൂ. വഖാല അല്ലാമത്തുൽ ഖൗനബി യജൂസ് അന്നല്ലാഹ തആല ഖസ്സഹു ബിഖുവ്വത്തിൻ മലകിയ്യത്തിൻ യതസറഫു ഫീഹാ ബിഹൈസു തകൂനു റൂഹുഹു ഫീ ജസദിഹിൽ അസ്ലി മുദബ്ബിറത്തൻ ലഹു വയത്തസിലു അസറുഹാ ബിജിസ്മിൻ ആഖറ യസീറു ഹയ്യൻ ബിമത്തസല ബിഹി മിൻ ദാലികൽ അസരി. അതാ എന്താ പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രത്യേക ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. എങ്ങനെ? ഒരു മലക്കിയായ കഴിവ്. ആ ശരീരത്തിൽ അവർക്ക് ഇഷ്ടം പോലെ അതുകൊണ്ട് പ്രവർത്തിപ്പിക്കാൻ കഴിയും. തസറുഫ് എങ്ങനെ? ബിഹൈസു തകൂനു റൂഹുഹു ഫിൽ ജസദിഹിൽ അസ്ലി, അസ്ലിയായ ശരീരത്തിൽ അവരുടെ റൂഹുണ്ട്. മുദബ്ബിറത്തൻ ലഹു, ഈ ജസദിനെ നിയന്ത്രിക്കുന്നു. വയത്തസിലു അസറുഹ, അതിൻ്റെ ഒരു അസറ് ബിജിസ്മിൻ ആഖർ, വേറൊരു തടിയിലേക്ക് ബന്ധിച്ചിട്ട് യസീറു ഹയ്യൻ, അത് ജീവിക്കുള്ള വസ്തുവായി. ഇത്തസല ബിഹി മിൻ ദാലിക്കൽ അസരി, അത് അസലിയായ റൂഹിൻ്റെ ശരീരത്തിൽ നിന്ന് പ്രത്യേക കടത്തില്ലേ. ഇതിലെന്താക്കും ഐ അന്ന ജിസ്മൽ മലക്കിൽ അസ്ലി ബാക്കിൻ ബിഹാലിഹി, അസ്ലിയായ രൂപം അങ്ങനെ തന്നെ ബാക്കിയുണ്ട്. ലം യതഗയ്യർ, അതിനൊരു മാറ്റവും വന്നിട്ടില്ല. വഖദ് അഖാമ ദാലിക്കൽ മലക്കും,
ഷബഹൻ ആഖറ മിൻ ആലമിൽ മിസാൽ, ആലമുൽ മിസാലിൽ നിന്നെന്താക്കി വേറൊരു തടി പോലത്തെ കാണിച്ചിട്ട് അപ്പം കാണുന്നത് എന്തല്ല മലക്കിൻ്റെ അസ്ലിയായ പോലെ എല്ലാം. വറൂഹു മുതസർരിഫത്തുൻ ഫീഹിമാ ജമീഅൻ, റൂഹ് രണ്ടിലും കൈകാര്യം ചെയ്യും. അത് മലക്കായത് കൊണ്ട് ഫീ വക്തിൻ വാഹിദിൻ, ഒരേ സമയത്ത്. ഇത് തന്നെയാണ് ഔലിയാക്കളുടെ ശരീരത്തിലുള്ളത്. വഖദ് ഖീല ഇന്നമാ സുമ്മിയൽ അബ്ദാലു അബ്ദാലൻ, ഔലിയാക്കന്മാരിൽ ഒരു വിഭാഗത്തിന് അബ്ദാലികൾ എന്ന് പറയുന്നുണ്ടല്ല. അതെന്താ? ലിയന്നം ഖദ് യർഹലൂന ഇലാ മക്കാലിൻ, അവർ ഒരു സ്ഥലത്തേക്ക് നീങ്ങും. വയുഖീമൂന മഖാമഹു ഫീ മക്കാനിഹിം ശബഹൻ ആഖറ ശബീഹൻ ബിശബഹിഹിമുൽ അസ്ൽ, അവർ അസ്ലിയായ കോലത്തമ്മിൽ ഒരു ശബഹിനോടെ ബാക്കിയാക്കിയിട്ടാണ് പോകുന്നു. അപ്പോൾ ഇവർ രണ്ട് സ്ഥലത്ത് കാണാൻ കഴിയും, പക്ഷേ രണ്ടും ഒന്നല്ല. ബദലൻ അൻഹു വാസുബത്ത സൂഫിയ്യത്തു ആലമ മുതവസ്സിത്തൻ ബൈന ആലമിൽ അജ്സാദി വഅൽ അർവാഹ്, ആലമുൽ അർവാഹിൻ്റെയും ആലമുൽ അജ്സാദ് നമ്മൾ ഇപ്പോൾ ഉള്ളത് അതിൻ്റെയും ഇടയിൽ ആലമുൽ മിസാൽ എന്ന് പറഞ്ഞിട്ട് ഒരു ബൈനഹുമുണ്ട്. അത് തനിച്ച ആലമുൽ അർവാഹും അല്ല അജ്സാദും അല്ല. വളുഹൂറുഹ അല്ല വഖാലു ഇന്നഹു അൽതഫു മിൻ ആലമിൽ അജ്സാദ്, ആലമുൽ അജ്സാദിനാക്കാണ് ലത്തീഫാണ്. വാക്കിസഫു മിൻ ആലമിൽ അർവാഹിനാക്കാണ് കുറച്ച് കട്ടിയുണ്ടാവും, രണ്ടിനടക്ക്. വബന വലാദാലിക ബിതജസ്സുദിൽ അർവാഹി, അതുകൊണ്ടാണ് അർവാഹ് ജസദായി കണ്ടു എന്ന് പറയുന്ന ആ കായിക എന്നെ ഉള്ള വരുന്നത്. വളുഹൂറിഹ ഫീ സുവറിൻ മുഖ്തലിഫ, വ്യത്യസ്തങ്ങളായ രൂപത്തിൽ അത് കാണുന്നത്. വഖദ് ഇസ്തഅനസു ലിദാലിക ബിഖൗലിഹി തആല ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ എന്ന ആയത്തിൽ നിന്നാണ് അത് പിടിച്ചെടുക്കുന്നത്. മറിയം ബീബിയുടെ അടുക്കിലേക്ക് വന്ന് ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ, അത് റൂഹല്ലേ വന്നത്. ഫർസൽനാ ഇലൈഹ റൂഹന ഫതമസ്സല ലഹാ ബശറൻ സവിയ്യ. والجواب بأنه كان يندمج إلى يصغر حجمه بقدر دهية ثم يعود كهيئة الأولى. അപ്പോൾ ചിലർ മറുപടി പറഞ്ഞെന്താണ്, അവരിങ്ങനെ ചുരുങ്ങി 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 പോയിട്ട് ദഹയ്യത്തുൽ കൽബിൻ്റെ അളവിലേക്ക് എന്താക്കി ചുരുങ്ങി പിന്നീട് അത് വികസിച്ച് അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞില്ല. അതിൽ തകല്ലുഫൻ, അത് പറഞ്ഞൊപ്പിക്കാൻ വേണ്ടി കുറച്ച് പ്രയാസമുണ്ടെന്നാണ്. വമാ ദക്കറഹു സൂഫിയ്യത്തു അഹ്സൻ, സൂഫിയാക്കൾ പറഞ്ഞ അതാണ് ഏറ്റവും മെച്ചപ്പെട്ട തഅ്വീൽ. ആലമുൽ മിസാൽ, ആലമുൽ മിസാലിനെ പറ്റി സർഹന്ദി ഇമാമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അർറാബിഅത്തു, നാലാമത്തെ മർത്തബയാണ്. കാന യഅതീഹി മുഖാതിബൻ ലഹു ബിസൗത്തിൻ ഫീ മിസ്ലി സൽസലത്തിൽ ജറസ്. ജറസ് എന്താണ്? മണി. ആ മണിയുടെ ഒരു മുഴക്കം പോലെ ഒരു തരം ശബ്ദം, ആ ശബ്ദത്തിലായിക്കൊണ്ട് ഖിതാബിടുന്നു. ആ ശബ്ദത്തിൽ നിന്ന് പറയാനുള്ള കാര്യം പിടിച്ചെടുക്കും. ആ വോയിസ് കേട്ടാൽ അത് പിടിച്ചെടുത്തോളൂ. അതിൻ്റെ മേല അമ്പിയാക്കൾക്ക് തിരിയും. വൽ ജറസു എന്നുള്ളത് മിസാലുൻ യുസ്ബിഹുൽ ജുൽജില അല്ലദീ യുഅല്ലിഖുൽ ജുഹാല ഫീ റൂസിദ് ദവാബി. ഈ ജറസ് എന്ന് പറഞ്ഞ സാധനം എന്താണ്? ബെല്ല് മണി എന്നെല്ലാം പറയില്ലേ, ജുൽജുൽ, ജുൽജുൽ ചിരിങ്ങുന്ന സാധനം. അത് ജാഹിലീങ്ങൾ എന്താക്കും, മൃഗങ്ങളെ കത്തി കെട്ടിക്കൊടുക്കും. കാളൻ്റെ കത്തിലെല്ലാം നടന്നു പോകുമ്പോൾ ഇങ്ങനെ കുലുങ്ങും. അതുപോലെ ഈ തുള്ളുന്ന കൂട്ടർക്ക് കാലിനുണ്ടാവും ഒരു കെട്ടി, കേമ കെട്ടിയിട്ടുണ്ടാവും ചിലത്. അപ്പം ദപ്പം അടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ കുലുക്കലും ഒന്നിച്ച് കേൾക്കാം. വസൽസലത്തുൽ മദ്കൂറത്തു കബില സൗത്ത് കീല സൗത്തുൽ മലക്ക് ബിൽ വഹയ്യി. ആ സൽസലത്ത് എന്ന് പറഞ്ഞതാണ് മലക്കിൻ്റെ സൗത്താണ്, വഹയ്യ കൊണ്ടുള്ള. വക്കീല സൗത്തു അജ്നിഹത്തിൽ മലക്കി, മലക്കിൻ്റെ ചിറകിൻ്റെ ശബ്ദമാണ്. അപ്പം ഇങ്ങനെന്തിനാ ഇങ്ങനെ ശബ്ദം വരുന്നത്? വൽ ഹിക്മത്തു ഫീ തഖദ്ദുമിഹി അൻ യഖറഅ സംഅഹുൽ വഹയ്യു. അപ്പം വഹയ്യ് ചെവിക്ക് തട്ടാൻ വേണ്ടി ആദ്യം എന്താക്കും, ഒരു ശബ്ദം ഇട്ടിട്ട് അങ്ങോട്ടേക്ക് ആകർഷിക്കാനാണ്. വലൈസ ഫീഹി മക്കാനുൽ ലിഗൈരിഹി, എത്തരത്തിൽ ഈ വഹയ്യല്ലാത്ത മറ്റൊന്ന് കേൾക്കാൻ ഇടപെടാത്ത വിധത്തിൽ എന്താക്കണം, അടുത്തേക്ക് പൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അതിന് വേണ്ടിയിട്ട് വകാന ഹാദൻ നൗഉ അശദ്ദഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തങ്ങൾക്ക് ഈ 4-ാം നമ്പർ വലിയ പ്രയാസമുള്ള കാര്യമാണ്. എന്തുകൊണ്ട്? ലിഅന്നഹു യുറദ്ദു ഫീഹി മിന തിബാഇൽ ബശരീതി ഇലൽ ഔളാഇൽ മലക്കിയ്യ, ബശരീയായ പ്രകൃതിയിൽ എന്താക്കണം, മലായിക്കത്തിൻ്റെ അവസ്ഥയിലേക്ക് എത്തണം. അവൻ മനുഷ്യനെ തന്നെ അങ്ങോട്ട് മാറ്റിമറിക്കുന്ന ഇതാണ്.
അപ്പോൾ ശരീരത്തിന് എത്ര പ്രയാസം അനുഭവപ്പെടലാണ്. ഫയൂഹി ഇലൈഹി കമാ യൂഹി ഇലൽ മലായിക. അപ്പോൾ മലായികത്തിൻ്റെ വഹി പറയുമ്പോഴാണ് ഇവിടെ വരുന്നത്. ബഷറിന് വഹി വരുന്ന കോല പറഞ്ഞത്, അതെന്താക്കും മലായികത്തിൻ്റെ വഹി വരുന്ന കോലം അത് പറയുന്ന വലിയന്നൽ ഫഹമ മിൻ കലാമി മിസ്ൽ സൽസലത്തി അസ്കലു മിൻ കലാമി റജുലി ബിത്തഖാതുബി. വ്യക്തമായ ഭാഷയിൽ സംസാരിച്ചിട്ട് ആ കാര്യം പിടിച്ചെടുക്കൽ എളുപ്പമുണ്ട്. ഈ സൽസലത്തുൽ ജർസ് എന്ന് പറഞ്ഞാൽ ആ ബെല്ലിൻ്റെ മണിമുഴക്കത്തിൻ്റെ ശബ്ദത്തിൽ നിന്ന് ആശയം കണ്ടെത്തൽ എന്താണ്? അത് കുല്ലുഹു ഷദീദുൻ, അത് വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വഹാദ അശദ്ദു, ഈ ഇനം വലിയ കടുപ്പമേറിയതാണ്. ഫായിദത്തു ഹാദിഹി സിദ്ദ, ഈ പ്രയാസത്തിൻ്റെ ഫൈദമായ തറത്തുബ അലൽ മശഖത്തി മിൻ സിയാദത്തി ദുൽഫാ വറഫഇ ദറജാത്ത്, അള്ളാഹുവിൻ്റെ വക്കലിലുള്ള സാമീപ്യത്തിനെ വർദ്ധിപ്പിക്കലും ദറജാത്തിനെ ഉയർത്തലുമാണ് പ്രയാസം സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നേട്ടം. എപ്പോഴും സന്തോഷത്തിലല്ല. ഇനി വലിയ അന്നൽ കലാമൽ അദീമ ലഹു മുഖദ്ദിമാത്തുൻ തൂദിനു ബി തഅദീമിഹി ലിൽ ഇഹ്തിമാമി ബിഹി. പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കുന്നതിന് മുമ്പ് കുറച്ച് മുഖദ്ദിമാത്ത് ഉണ്ടാകും, അതിൻ്റെ പ്രാധാന്യത്തിനെ സൂചിപ്പിക്കാൻ വേണ്ടി. പല കാര്യത്തിൽ ഏർപ്പെട്ടൊക്കെ സംഗതി പറഞ്ഞാൽ എന്താവില്ല. അതുകൊണ്ടല്ലേ ഖുതുബ എന്ന അവസരത്തിൽ അൻസിത്തോ ബാളെടുത്തിട്ട് പറയുന്നില്ലേ, അൻസിത്തോ ഉണ്ടാണ്ടിക്കുന്ന എന്താക്കി ആ ശരത്തങ്ങ് കേന്ദ്രീകരിക്കാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നവരോട് പറഞ്ഞാൽ നടക്കൂലല്ല. وفي حديث ابن عباس رضي الله عنهما كان صلى الله عليه وسلم يعالج من التنزيل شدة. വഹി ഇറങ്ങുന്ന അവസരത്തിൽ വലിയ പ്രയാസം അനുഭവിക്കുന്നവരായിരുന്നു തങ്ങൾ. ഇന്നലെ ഓതിയില്ലേ ജാലാർ റളിയല്ലാഹു അൻഹുവിന്റെ കാല് തങ്ങളെ അടിയിലേക്ക് പോയി, പിന്നെ ബെൽറ്റ കിട്ടിയിട്ടില്ല. قال بعضهم إنما كان شديدا عليه ليستجمع قلبه فيكون أوعى لما سمع. അതെന്തിനാണത്? മറ്റുള്ള എല്ലാം ഒഴിവാക്കിയിട്ട് മനസ്സിലോ കൽബിലോ കടക്കാത്ത രീതിയിൽ ഒഴിവാക്കിയിട്ട് ഇതിനെ മാത്രം തനിപ്പിക്കാൻ വേണ്ടി ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൻ്റെ സ്വയമായ പ്രവർത്തനത്തിന് കൺട്രോൾ കൊടുത്ത് കളഞ്ഞു. അപ്പോൾ വലിയ പ്രയാസം വരും. അപ്പോഴാണല്ലോ ആയിഷ ബീബി പറഞ്ഞത്, ഇത് തണുപ്പ് വെള്ളം പോലെ ഉറച്ച് കട്ടയായി പോകുന്ന സമയത്ത് തങ്ങൾ വേർപ്പ് കൊണ്ട് ഒഴുകുന്നുണ്ടായിരുന്നു. ലാ യുക്കാലു ഇന്ന എന്നെപ്പറ്റി ചോദിക്കുന്നത് ഈ ജറസിൻ്റെ ശബ്ദം ഇപ്പോൾ അത് ഉപയോഗിക്കണ്ടെന്നല്ലേ നമ്മളോട് പറഞ്ഞത്. അപ്പം പിന്നെ വഹിയ കാര്യപ്പെട്ടത് എന്താ, നിങ്ങൾ വിരോധിച്ച കാര്യത്തിനോട് ഉപമിക്കലായില്ലേ? അതെന്താണ് ശൈത്താന്മാർ ആകർഷിക്കുന്നതുകൊണ്ടാണ്. ശൈത്താന്മാർ ആകർഷിക്കാൻ കുറേ താളമേളങ്ങളൊക്കെ ഉണ്ട്, അതിനൊപ്പിച്ചൊരു മുട്ടിയാൽ ശൈത്താൻ വരും. അതാണ് ഈ അമ്പലത്തിൽ നിന്നും തെയ്യത്തിലൊക്കെ നടക്കുന്ന സംഗതി. അതിനൊരു വിളിയുണ്ട്, അതിനൊരു താളമേളമുണ്ട്. ആ താളമേളത്തിനൊപ്പിച്ച് കേട്ടിട്ട് ആകർഷിച്ചെങ്കിൽ വരും. അത് വേറെ നിലക്ക് മുട്ടിയാൽ വന്നോളുന്നില്ല. ഈ കുറുക്കനെ പായിക്കാനും മുട്ടലില്ലേ, അത് പാട്ടിന് മുട്ടാൻ പറ്റുമോ? അതിനൊരു ശൈലിയുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ശൈത്താന്മാർ വരും, അതിനൊക്കെ ഒരു ശംഖ് വിളിയും. അതുകൊണ്ടാണ് വിരോധിച്ചത്. എന്താണ് അതിട്ട് നടക്കുമ്പോൾ ശൈത്താൻ ഇങ്ങനെ ഇവനെ ആകർഷിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരും. ശൈത്താന്മാർ ആകർഷിക്കുന്ന പലതും ഉണ്ടല്ലോ. ചില ദുർവാസനകളുണ്ട്, അതുണ്ടാക്കുകയോ അല്ലെങ്കിൽ അതിട്ടിട്ട് പുകയ്ക്കുകയോ അത് മാറി തേക്കുകയോ ചെയ്താൽ ശൈത്താൻ വിളിക്കാണ്ട് തന്നെ വരും. അതെ, ഏത് അതെ. പക്ഷെ മലായിക്കത്തിന് മലക്കുകൾ പരസ്പരമല്ലേ. അപ്പം ബഷറിനോട് പറഞ്ഞ സ്ഥാനത്തേ ഉണ്ടാവുള്ളൂ. ഇത് മുഖാത്തിബും മുഖാത്തബും രണ്ടും രണ്ടായി പോയില്ലേ. അപ്പോൾ ഒന്നിക്കും എന്താക്കണം, ജിബ്രീൽ മനുഷ്യൻ്റെ കോലത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരണം, അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ മലായിക്കത്തിലേക്ക് ഉയരണോ. അത് പക്ഷെ അതിന് മുഖറബികളെ നോക്കി നോക്കി കൊടുത്തിട്ട് കൈമാറ്റം ചെയ്യലാണ്. മദാക്കാല ആലിഫ് എന്നുണ്ട് മലായിക്കത്തിന് വഹിക്കുന്ന ആയത്തിൽ ഉണ്ടല്ലോ. ഇത് സൂറത്ത് സഭ എടുത്ത് നോക്കിയിട്ട് حتى إذا فزع عن قلوبهم قالوا ماذا قال آنفا. قالوا الحق وهو العلي الكبير. എവിടെ കിട്ടിയ 430
കറക്റ്റാണ്. ولا تنفع الشفاعة عنده إلا لمن أذن له حتى إذا فزع عن قلوبهم قالوا ماذا قال ربكم قالوا الحق وهو العلي الكبير. അത് മലായിക്കത്തിനോട് വഹി അറിയിക്കുന്ന ഒരു ഉപകാരമുണ്ട്. ഏറ്റവും മുഖർറബായ മലക്കിലേക്ക് എന്താകും അറിയിച്ചിട്ട് അവരിൽ നിന്ന് കൈമാറ്റം ചെയ്യലാണ്. അപ്പം പ്രയാസങ്ങൾ എന്താക്കും? കുറച്ച് കുറഞ്ഞു വരും. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച പ്രയാസം ഇപ്പം മുഖേനേക്കാൻ നമുക്കില്ലല്ലോ. ഒട്ടാകെ തത്തുകൊണ്ടുണ്ട് മലക്കും ബഷറും രണ്ടും രണ്ട്. അപ്പം ബഷറിലേക്ക് എന്താകണം? ഇങ്ങോട്ട് ഇറങ്ങി വരണം, അല്ലെങ്കിൽ അങ്ങോട്ട് കയറണം, അല്ലെങ്കിൽ ആലമുൽ മിസാലിൽ ഒരുമിച്ച് കൂട്ടണം. അതെല്ലാ കോലം കൊണ്ട് കൊണ്ടിട്ടുണ്ട്. അപ്പം തങ്ങളങ്ങോട്ട് ആ കയറ്റത്തിൻ്റെ അവസരത്തിൽ എന്താക്കും? ആത്മീയമായ കയറ്റത്തിൽ വലിയ പ്രയാസം ഉണ്ടാവും. കാരണം മനുഷ്യൻ്റെ പ്രകൃതി തന്നെ മാറ്റിമറിക്കലേ. ഏറ്റവും എളുപ്പമുള്ളതാണ് ദഹിയത്തുൽ കൽബിൻ്റെ കോലത്തിൽ വന്നിട്ട് സംസാരിക്കുക. അസഹന്മാരെല്ലാം കേൾക്കുന്നുണ്ടാകും, ആളെ കാണുന്നുണ്ടാകും, ആൾ പെട്ടെന്ന് പോകും. വന്നാലോട് ചോദിക്കുക അതാരാകും അറിയില്ല. അത് ദഹിയത്തുൽ കൽബിൻ്റെ കോലത്തിൽ ജിബ്രീൽ വന്നതാണ് എന്ന് പറഞ്ഞു. അവിടെ എന്താ ഉണ്ടായത്? ബോറിങ്ങോട്ട് ഇറങ്ങിയത്. രണ്ടും രണ്ട് മേഖലയിലായതുകൊണ്ട് ഒന്നെങ്കിൽ കയറ്റുക അല്ലെങ്കിൽ ഇറക്കുക. അല്ലാതെ മറ്റൊരു കോലം, ഒരു നല്ല സാലിഹായ വ്യക്തിയുടെ കോലം അത് അതിനി പറയുന്നത് എന്താണ്? ലായുക്കാലു പരിഷ്കാരം ആക്കണ്ടെന്ന് പറയുന്നത്. ഏത്? ഈ ജറസിന്റെ മണിമുഴക്കം എന്നുള്ളത് വിരോധിച്ചതല്ലേ? വിരോധിച്ച ഒന്നിനോട് നിങ്ങൾ വഹയിനെ ഒന്നിച്ച് പറഞ്ഞില്ലേന്ന്. അത് വിരോധിച്ച രംഗത്തേക്കല്ല ഒരുമിച്ച് കൂട്ടി. ഇപ്പോൾ സെയ്ദ് എന്ന് പറഞ്ഞ ആളാ സിംഹത്തിനെ പോലെയാണ് എന്ന് പറഞ്ഞാൽ അയാൾ മറ്റു മൃഗങ്ങളെ വേട്ടയാടിച്ച് പച്ചറച്ചി തിന്നുന്ന ആളാന്ന് ആദ്യം അർത്ഥം വെക്കലുണ്ടാകും. ധീരതൻ്റെ വിഷയത്തിലേ ഒമ്മിച്ചിട്ടുള്ളൂ. ഉപമിക്കുമ്പോൾ അയാളെ തന്നെ മാറ്റിമറിച്ചതല്ല, അതിലുള്ള പ്രത്യേക ഒരു ഹാസത്തിനോട് ഉപമിക്കൽ മാത്രമാണ്. അത് ആ ജാമ്യ മാത്രം. അപ്പം ശരീരത്തിനെ കപ്പലോട് ഉപമിച്ചതിന് ഈ ശേഷന്മാർ പറഞ്ഞു മുങ്ങുമ്പോൾ കപ്പൽ വേണ്ടാലോ, കപ്പൽ കരക്കല്ല് ഉണ്ടായാലും എന്ന്. അപ്പം ശരീരത്ത് വേണ്ടാന്ന് തോന്നില്ലേന്ന്. അതിനോടല്ലല്ലോ ഉപമിച്ചത്. അല്ലപ്പം അതന്നെ പറയുന്നത് എന്താ? ലാ യുക്കാലു ഇന്ന സൗത്തൽ ജറസി മദ്മൂമുൻ മൻഹിയുൻ അൻഹു. മണിയുടെ ശബ്ദം വിരോധിക്കപ്പെട്ടതല്ലേ? ഫകൈഫ യുശബ്ബഹുൽ വഹ്യു ബിഹി. അപ്പോൾ വഹയിന് അതിനോട് ഉപമിക്കാൻ പറ്റുമോ എന്ന ചോദ്യം. വിരോധിക്കപ്പെട്ട ഒന്നിനോട് അങ്ങനെ പറയണ്ട. എന്തുകൊണ്ട്? ലിഅന്നാ നഖൂലു അന്ന ലിസ്സൗതി ജിഹത്തൈനി. രണ്ട് ജിഹത്തുണ്ട്. ജിഹത്തു ഖുവ്വ, ഒന്ന് വലിയ ശക്തി എന്നുള്ളത് അറിയിക്കാൻ വേണ്ടിയുള്ളതാണ്. വബിഹാ വകാ തശ്ബീഹു, അതിലാണ്. വജിഹത്തു തെന്നീൻ എന്ന് തന്നെ ഒരുതരം മുഴക്കം ഉണ്ടല്ലോ, ഇങ്ങനെ ശബ്ദം. അതിനുള്ളതുകൊണ്ട് വബിഹാ വകാ തംഫീർ, അതാണ് വിരോധിക്കപ്പെട്ടത്. ഇപ്പം കണക്ക് തന്നെ സൈദും കാസദീൻ, സൈദ് വന്നാൽ സിംഹത്തിന് നെല്ല് പോലെ ഇട്ടോ എന്ന് പറഞ്ഞാൽ നെരിക്ക സ്വഭാവം എന്താന്ന്? പശുവിനെ പിടിച്ചിട്ട് അത് പച്ചനെ തന്നെ മാംസായിട്ട് തിന്നലി. അയാളുടെ അങ്ങനെയാണ് ഇയാളെ ഭക്ഷണം നഷ്ടം വെക്കോ? ഒരു ജാമ്യം ഉണ്ടാവും. വലാ യൽസമു മിന തസ്ബീഹി തസാബിൽ മുശബ്ബഹി വൽ മുശബ്ബഹ് ബിഹി ഫി സിഫാത്തി കുല്ലിഹാ. മൊത്തത്തിൽ പറയുന്നത് തന്നെയാണ്. ഒരു സാധനം മറ്റൊന്നിനോട് തസ്ബീഹ് ആക്കിയാൽ രണ്ടിനോട് കൂട്ടിച്ചേർക്കുന്ന എന്തെങ്കിലും ഒരു ജാമ്യം ഉണ്ടാവുന്നല്ലാണ്ട് മുഴുവനും അതിൽ അത് അങ്ങനെ തന്നെ. അതാണ്. അപ്പം കൽബുൽ ഹക്കായി കഴിയില്ലേ? അവിടെ കണ്ട പൂർണ്ണ ചന്ദ്രനെ പോലെയാണ് എന്ന് പറയുന്നത്. ആകാശം വല്ല അതൊന്നും അവിടുന്ന് ഇങ്ങനെ ഫലക്കിൽ കൂടി സഞ്ചരിക്കലാതൊന്നും അതിന് അർത്ഥമില്ലല്ല. ബൽ യക്ഫി ഇസ്തിറാഖുമ ഫീ സിഫത്തിമ്മ, ഏതെങ്കിലും ഒരു സിഫത്ത് രണ്ടൊത്തുകൂടിയാൽ മതി. വലമ്മാ കാനൽ വഹ്യു മിനൽ മസായിലിൽ അബീസത്തി ലത്തി ലാ യുമാതു നിഖാബു തഗവ്വുരി അൻ വജ്ഹിഹാ ലികുല്ലി അഹദിൻ ളറബ ലഹാ മിസാലൻ ഫി ഷാഹിദ്. നബുവ്വത്തിൻ്റെ വിഷയം എല്ലാവർക്കും ആസ്വദിക്കാനോ എളുപ്പത്തിൽ പറഞ്ഞാനോ കഴിയുന്ന കാര്യമല്ല വഹി എന്നുള്ളത്. അപ്പോൾ തിരിയാവുന്നൊരു ഭാഷയിലേക്ക് അതിനെ എന്താക്കി വിവർത്തനം ചെയ്തു എന്നതിന് അർത്ഥമുള്ളൂ.
ഇതുകൊണ്ടും മനുഷ്യർക്ക് തിരിഞ്ഞോളുന്നില്ല. അത് ഗസാലി ഇമാം പറഞ്ഞല്ലോ, ആസ്വദിച്ചാക്കിയേ അതിൽ ആസ്വാദം തിരിയുള്ളൂ. ഫമുസ്ലിഹത്ത് ബിസ്സൗത്തില്ലദീ യസ്മഉ വലാ യഫ്ഹമു മിൻഹു. അപ്പോൾ ഒരു ശബ്ദം, ആ ശബ്ദത്തിൽ നിന്ന് ഇതിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ പ്രയാസമായി. തംബീഹൻ അലാ അന്നൽ വഹയ യജിദു അലൽ ഖൽബി ഫീ ഹൈഅത്തിൽ ജലാലി വബ്ഹത്തിൽ കിബ്രിയാ. അള്ളാഹിൻ്റെ പക്കൽ നിന്നുള്ള വഹയ കൽബുമൽ വന്നു ചേരുന്നത് വലിയ ജലാൽ ഗാംഭീര്യത്തോടു കൂടിയാണ് എന്നാണ് ഇപ്പോൾ ചുരുക്കത്തിലുള്ളത്. അതാർക്കും സഹിക്കാൻ കഴിയൂല. فتأخذ هيبة الخطاب حين برودها بمجامع القلب. ആ ഖിതാബിൻ്റെ ആ സംഭവം തന്നെ എന്താകുന്നൊരു പേടി കൽബിനെ മുഴുവനും അത് പിടിച്ചടക്കിയിട്ടുണ്ടാകും. അപ്പോൾ കൽബിൽ പുറന്ന് കിടക്കൂല, ശരീരം അനങ്ങാൻ കഴിയൂല, നിൽക്കാൻ കഴിയൂല, ഒന്നും ശബ്ദക്കെതിരെയിരിക്കില്ല, എല്ലാം പോയി. ഇത് തന്നെയാണ് ശക്തമായ ഇൽഹാമം വന്നാൽ ഔലിയാക്കന്മാർക്ക് ഉണ്ടാകുന്ന അവസ്ഥ. അത് തന്നെയാണ്, എല്ലാം നിൽക്കും. فتلاقي من ثقل القول ما لا علم له به. ആ വാക്കിൻ്റെ ശിഖറുണ്ടല്ലോ, ഭാരം, അത് അനുഭവപ്പെടുന്നതാണ്, അത് പറഞ്ഞറിയിക്കാൻ കഴിയൂല എന്നാണ്. അതാണ് അതിൽ അനുഭവിക്കുന്നുണ്ട്. ഫൈദാ സുരിയ അൻഹു, അതങ്ങ് പിരിഞ്ഞു പോയാലോ, വജദൽ ഖൗലു അൽ മഖൂൽ ബയ്യിനൻ മുൽകം ഫി റൂഹി വാഖിയൻ മൗഖിയ അൽ മസ്മൂഅ. ആ പറയപ്പെട്ട കൗലുണ്ടല്ലോ, കൗലുൽ മഖൂല്, അതെന്താക്കുന്നറിയോ, ബയാനൻ മുൽക്കം ഫിറു, അത് കൽബിലങ്ങനെ പതിഞ്ഞിട്ട് ആശയം വളരെ കേട്ടാലുണ്ടാകുന്ന ആശയം പോലെ തന്നെ ആയിരിക്കും ഇതിന് പിടിച്ചെടുത്ത ആശയങ്ങൾ. വഹാദൽ നർബ് മിനൽ വഹയി ശബീഹ് ബിമാ യൂഹി ഇലൽ മലായിക. അപ്പം മലായിക്കത്തിലേക്ക് വഹി അറിയിക്കുന്നതിനോട് തുല്യമാണ് ഈ ഈനം. എപ്പോഴും 4ാമത്തെ ഈന പറഞ്ഞത്. മലായിക്കത്തിനും വഹി ഉണ്ടല്ലോ. അപ്പം ഇവിടെന്താക്കി തങ്ങൾ തൽക്കാലം മലക്കിൻ്റെ പദവിയിലേക്ക് ഉയർന്നു. അലാമാ റവാഹു അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മർഫൻ ഇദാ ഖലല്ലാഹു ഫിസ് സമാഇ അംറൻ. അല്ലാഹു തആല വാനലോകത്തൊരു തീരുമാനമെടുത്താൽ ദറബത്തിൽ മലായികത്തു ബി അജ്നിഹതിഹാ ഖലആനൻ ലിഖൗലിഹി. കേടാ, ആ കൗലിന് കീഴ്പ്പെട്ട് കൊണ്ടിട്ട് അതിന് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് മലായികത്ത് ചിറകം താക്കും അടിക്കും. കാന്നഹ സിൽസിലത്തുൻ സഫവാൻ, ഒരു പാറക്കല്ലിൽ ഒരു ചങ്ങല വീണാലെന്താ അതുപോലത്തെ അത് അവിടെയോ സിൽസിലത്തുൽ ജറസിനോട് പൊമ്പിച്ചിട്ട്. ഫൈദാ ഫുസ്സിഅ അൻ ഖുലൂബിഹിം, അവരുടെ കൽബിനെ തൊട്ടെല്ലാം നീങ്ങിപ്പോയി കഴിഞ്ഞാൽ കാലു മാദാ ഖാല റബ്ബുക്കും ഖാലുൽ ഹഖ് വഹുവൽ അലിയ്യുൽ കബീർ. അതിപ്പം നോക്കിയാൽ അപ്പോൾ പരസ്പരം ചോദിക്കലാണ്, ഇപ്പം എന്താണ് അല്ലാഹു തആല പാസാക്കിയത്? وقد روى الإمام أحمد والحاكم وصححه والترمذي والنسائي عن عمر رضي الله عنه قال كان صلى الله عليه وسلم إذا نزل عليه الوحي يسمع عنده دبي كدبي النحل. ഈ തേനീച്ചൻ്റെ കൂട്ടിൻ്റെ പരിസരത്തുണ്ടാകും ഒരു അവ്യക്തമായ ഒരു തരം മുഴക്കം, ഒരു ശബ്ദം. അത് ഏത് ഈച്ചയെ ശബ്ദിക്കുന്ന പറയാനും കഴിയൂല, ഒന്നിച്ചൊരേ കോലത്ത് ഒന്നേ ഏറ്റവും ഉറക്കമില്ലാത്തൊരു ശബ്ദം. ഫഅഫഹമ ഖൗലുഹു ഇൻദഹു അന്ന ദാലിക ബിനിസ്ബതി ലിസ്സഹാബ. അപ്പോൾ ആ കേൾക്കുന്നത് ദബിയല്ലേ, അത് സഹാബത്തിനെ സംബന്ധിച്ചാണ്. നബിക്ക് അവ്യക്തമൊന്നും ഉണ്ടാവില്ല. വലിദാ ഖാലൽ ഹാഫിദു അന്നഹു ലാ യുആദു സിൽസത്തുൽ ജറസി ലിഅന്ന സമാഉ ദബി ബിനിസ്ബതി ലിൽ ഹാലിരീൻ. അപ്പോൾ അതുമായിട്ട് ആ സിൽസിലത്തുൽ ജറസോ അതുപോലെ തന്നെ ഇതൊന്നും ഇഷ്കാലാക്കണ്ട, അത് ഹാദിരീങ്ങൾക്കാണ്. കമാ ശബ്ബഹു ബിഹി ഉമർ റളിയല്ലാഹു അൻഹു. അത് ഉമർ റളിയല്ലാഹു അൻഹു ഉപമയിൽ എന്താ ഉള്ളത്, ഈ തേനീച്ചൻ്റെ കൂട്ടിനടുക്കൽ പോയാൽ അതിൻ്റെ ഒരു മുഴക്ക ശബ്ദം പോലത്തെ ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കാം. അപ്പോൾ വസ്സിൽസിലത്തു ബിന്നിസ്ബത്തി ഇലൈഹി കമാ ശബ്ബ, അത് മറ്റേ ഹദീസിൽ സിൽസിലത്തുൽ ജറസ് എന്ന് പറഞ്ഞതിന് പകരം ഒരു അവ്യക്തമായ ശബ്ദം. فشبهه بالنسبة إلى مقامه. وجزم بعضهم بأن سماعه كدبي النحل حين يتمثل له رجلا. ഇത് ശരീരം കാണാൻ റജുലായിട്ട് വരുന്ന അവസരത്തിലാണെന്നാണ് പറയുന്നത് ആ സമാഅ്. വബിഹി തുഅലമു സിഫത്തു അല്ലതി കാന അലൈഹാ ഹീന ഖിതാബഹു ബിദാലിക സൗതി. ഇന്ന ഖിതാബിഹി എന്നല്ല ഹീന ഖാതബഹു എന്നുള്ളതായി രണ്ടും അതിനെ കിട്ടും. ആ സൗത്ത് കൊണ്ട് ഖിതാബ് ഇട്ടത്, പക്ഷെ നമുക്ക് അതിന് വായന തിരിയില്ല.
وجاء في بعض الروايات وصف هذا القسم الرابع بأن جبينه يتفسد عرقا. ഈ 4-ാം നമ്പർ പറഞ്ഞല്ലോ, അതിൽ തങ്ങളെന്താക്കും, നെറ്റിത്തടം വേർപ്പ് തുള്ളികളാൽ എന്താക്കും ഇങ്ങനെ ഉറ്റി വീഴുന്നുണ്ടാകും. യസീലു അറക്കൻ മുബാലഗതൻ ഫീ കസ്റത്തി മഅനാത്തി തഅബി വൽ കർബി ഇൻദ നുസൂലിഹി. അതാണ് ഏറ്റവും വലിയ പ്രയാസമേറിയത് എന്ന് പറഞ്ഞല്ലോ. തങ്ങളെ പ്രകൃതി തന്നെ മാറി. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തരണം ചെയ്യുന്ന കാരണത്തിലാണ്. അതുകൊണ്ട് ലി തുറുബിഹല തബഇൽ ബശർ, ബശറിൻ്റെ പ്രകൃതിയിലേക്കാണ് ഇത് വരുന്നത്. വദാലിക യബ്ലുവ സബ്റഹു ഫയർതാദു ലിമാ കല്ലഫു മിൻ അബാഇൻ നുബുവ്വ. ഈ നുബുവ്വത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന അവസരത്തിൽ ഒരുപാട് ക്ഷമ വേണം, ഒരുപാട് പ്രയാസങ്ങൾ തരണം ചെയ്യണം എന്നതിലേക്കുള്ള സൂചനയാണ് ഈ കാണുന്നത്. ഈ നുബുവത്ത് ഏറ്റുവാങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ പ്രയാസമാണ്. ഇന്നാ സനുൽഖിയലിക ഖൗലൻ സഖീല വയഹ്സുനു ദാലിക ഫിൽ യൗമി ശദീദിൽ ബർദി. തണുപ്പ് കഠിനമായ സമയത്ത് പോലും ഈ വേർപ്പ് അനുഭവപ്പെടും. ഫദ്ലൻ അൻ ഗൈരിഹി, ഇനി ചൂടുള്ള കാലത്താണ് പിന്നെ പറയണ്ടല്ലോ. വഅന്ന റാഹിലതഹു ഇദാ വഹിയ അലൈഹി വഹുവ അലൈഹാ ലതബറക ബിഹി ഫിൽ അർദ്. തങ്ങളൊരു ഒട്ടകപ്പുറത്തിരിക്കുന്ന ബസ്സിനകത്താണ് വഹ്യ വന്നെങ്കിൽ ആ ഒട്ടകം അങ്ങനെ തന്നെ ചമഞ്ഞു പോകുന്നു, മുട്ട കുത്തിയിട്ട് ഭൂമിയിലേക്ക് എത്തിപ്പോകും. അന്നാമു സൂറത്തിനവിടെ പറഞ്ഞില്ലേ, ഒട്ടകത്തിന് സഹിക്കാൻ കഴിയില്ല. അപ്പം അങ്ങനെ തന്നെ വലഖദ് ജാഅൽ വഹ്യു മറത്തൻ കദാലിക. അതാ ഒരു ദിവസം വഹയ്യ് വന്നു. വഫഖദുഹു അലാ ഫഖദി സയ്യിദ് ഇബ്നു സാബിത്ത് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലുമലായിരുന്നു തങ്ങളുടെ കാലുണ്ടായിരുന്നത്. ഫസഖലത് അലൈഹി, സയ്യിദ് ഇബ്നു സാബിത്ത് തങ്ങൾ ആ കാല് വഹിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഹത്താക്കാൽ തറുന്നു, അത് പൊട്ടി നുറുങ്ങിപ്പോകുന്നതാണ് അവർ വിചാരിച്ചത്. അത്ര ഭാരമുണ്ട്. ഇന്നലെ മോദിയതെന്ന് ജഹലാദങ്ങൾ കാണിച്ചല്ലോ, വയ്യാതിരിക്കുമ്പോൾ കാണിച്ചു തരണേന്ന് പറഞ്ഞിട്ട് ആ കൊണ്ടുപോയി ജാറാനത്തിൽ വെച്ച് കാണിച്ചത്. വഫീ മുസ്ലിമൻ അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ നസല അലൈഹിൽ വഹ്യു ഇസ്തഖബലതുഹു റഅദതു. തങ്ങൾക്ക് വഹി വരുന്ന അവസരത്തിൽ ശരീരം ഒരു ബറക്കലുണ്ട്. വഫീ റിവായത്തിൻ കർബദാലിക വതറബ്ബദ വജ്ഹുഹു വഗമ്മദ ഐനൈഹി. തങ്ങളെ കണ്ണും അടയും, മുഖത്തിന് മാറ്റങ്ങൾ വരും. ഉറുബമാകാത്ത കത്തീത്തിൽ ബക്കർ, തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ട്, ഒരു ശ്വാസത്തിൻ്റെ തടസ്സം. സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു കാന ഇദാ നസല അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസൂറത്തു ശദീദത്തു അഖദഹു മിനൽ കർബി വശിദ്ദത്തി അലാ ഖദ്രി ശിദ്ദത്തി സൂറ. കഠിനമായ സൂറത്തിറങ്ങി എന്നുവെച്ചാലോ പേടിപ്പിക്കുന്നതും ഭയപ്പെടുത്തുന്നതുമായ ആശയം ഉൾക്കൊള്ളുന്ന സൂറത്തിറങ്ങുമ്പോൾ അതിനനുസരിച്ച് എന്താക്കും, ശരീരത്തിന് മാറ്റം വരും. സന്തോഷത്തിൻ്റെ ആയത്ത് പോലെയല്ല. വൈദാ നസല അലൈഹി സൂറത്തുൽ ലയ്യിനതു അസാബഹു മിൻ ദാലിക അലാ ഖദ്രി ലീനിഹ. സന്തോഷ വാർത്ത അറിയിക്കുന്ന സൂറത്തിറങ്ങുന്ന അവസരത്തിൽ അതിനനുസരിച്ച് എന്താകും, ശരീരത്തിൽ പ്രയാസങ്ങൾ കുറഞ്ഞു കാണും. അൽ ഖാമിസത്താണ് ഇപ്പം 4 ഓതിയത്. അൻയറ ജിബ്രീല ഫീ സൂറത്തിഹി അല്ലതി ഖലഖഹല്ലാഹു അലൈഹ. ജിബ്രീൽ അല്ലാഹു തആല പടച്ച ഒറിജിനൽ സൂറത്തുണ്ടല്ലോ, അതിൽ കാണാം. ലഹു 600 ജനാഹിൻ, 600 ചിറകുള്ളവർക്ക്. കൊല്ലു ജനാഹി മിന്ന യസുദ്ദു ഫുക്കൽ മിസ്സമാ. അതിൻ്റെ ഒരു ചിറക് വിരിച്ചാൽ തന്നെ ആകാശം മുഴുവനും മറക്കാൻ മാത്രം ഉണ്ടാവും. അങ്ങനത്തെ 600 എണ്ണം. ഹത്ത മായുറാഫിസ്സമായി, പിന്നെ ആകാശത്തിൽ ഒന്നും കാണാൻ കഴിയില്ല. അപ്പം എത്ര വലിപ്പം. ഫയൂഹിയിലഹി മാഷാ അല്ലാഹു അൻ യൂഹിയഹു ഇലൈഹി. അങ്ങനെ തങ്ങളടുത്ത് അറിയിച്ചു കൊടുക്കാനുള്ള അറിയിച്ചു കൊടുക്കും. വഹാദാ വകാലഹു മറത്തൈൻ. ഇത് 2 വട്ടേ ഉണ്ടായിട്ടുള്ളൂ. 23 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് 2 വട്ടം മാത്രം. ഇഹ്ദാഹുമാ ഫിൽ അർളി, ഒന്ന് ഭൂമിയിലാണ്. ഹീന സാലഹു യുരിഹു നഫ്സഹു ഫിൽ ഉഫുഖ്. ചക്രവാളത്തിൽ നിങ്ങളെ ഒറിജിനൽ സൂറത്തൊന്ന് കാണിച്ചു തരണമെന്ന് ജിബ്രീലിനോട് ആവശ്യപ്പെട്ട് ഒന്ന്. വകാനത്ത് ഹാദിഹി ഫി അവൈലിൽ ബൈസത്തി ബഅദ ഫത്രത്തിൽ വഹ്യി. വഹ്യിൻ്റെ ഫത്രത്തും കഴിഞ്ഞിട്ട് ബൈസത്തിൻ്റെ തുടക്കത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. വസ്താനിയ, രണ്ടാമത്തെ തവണ എൻ്റെ സിദ്റത്തുൽ മുൻതഹ ലൈലത്തുൽ മിഅ്റാജിൻ്റെ അവസരത്തിൽ സിദ്റത്തുൽ മുൻതഹയിൽ വാനലോകത്ത് വെച്ചാണ് കണ്ടത്. ബാക്കിയെല്ലാം ആ കോലത്തിൽ വരൂല.
അസാദിസത്തു ആറാമത്തെ ഇനം മാ ഔഹാഹുല്ലാഹു ഇലൈഹി വഹുവ ഫൗഖുസ്സമാവാതി, അതാ ആകാശങ്ങളെ മേലെ വെച്ചിട്ട് ഇസ്രാ മേറാജിൻ്റെ രാത്രി കൊടുത്ത വഹയ്യാണ്. അതിൽ ഇത്തരം തടസ്സങ്ങളൊന്നുമില്ല. എന്താണ് അമ്മീൻ ഫർദി സ്വലവാത്തി, നിസ്കാരം ഫർദാക്കി, പകരി അങ്ങനെ പലതും ബിസമാഇൽ കലാമിൽ അസലിയായ കലാമ് കേട്ടിട്ട്. അപ്പം അതില്ല മലായിക്കത്തിൻ്റെ വാസ്യത്തേ ഇല്ല. മൂസാ നബി കേട്ടതുപോലെ അല്ലദീ ലൈസ ബി ഹർഫിൻ വലാ സൗത്തിൻ, അസലിയായ കലാമിന് ഹർഫും ഇല്ല സൗത്തും ഇല്ലല്ലോ. മതുലുവായ കലാമിനാണ് ഹർഫും സൗത്തും ഉണ്ടാകുന്നത്. മിൻ ഗൈരി വാസിതത്തിൻ, അവിടെ വാസിതയുമില്ല. മഅ റുയത്തിൽ ഇദാത്തിൽ മുഖദ്ദസൻ, നേരിട്ട് കണ്ടിട്ടുണ്ട്. അത് തങ്ങൾക്ക് മാത്രമുള്ളത്. അപ്പം അവിടെ എന്തുണ്ട് മഅ റുയത്തിന അല്ലേ, 7-ാം നമ്പറിൽ ഇപ്പറഞ്ഞത് തന്നെ റുയത്തില്ലാണ്ട്. അസ്സാബിയത്തു മാ വഹഹുല്ലാഹു തആല ബിലാ വാസിതത്തിൻ അലം ബൽ ബിസമാഇൽ കലാമിൽ അസ്ലി ലാകിൻ ബിലാ റുയത്തിൻ. മറ്റേ റുയത്തുകൊണ്ട് കലാം കേട്ടിട്ടുണ്ടല്ലോ. കമാ ബഖഅലി മൂസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാമിൻ്റെ അവസ്ഥയും. അപ്പം ആദ്യത്തിനേക്കാളും ഗ്രേഡ് കുറഞ്ഞ് എന്നിട്ടാണല്ലോ കാണിയും കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടത്. റബ്ബി അരിനി അൻദുറു ഇലൈക. പക്ഷെ ഇപ്പം കാണാനുള്ള തയ്യാറെടുപ്പില്ല, ഇപ്പം കേൾക്കേണ്ട അവസരമേ ഉള്ളൂ. വസാദ ബാലുഹും സാമിനത്തൻ, ഇപ്പം 7 പറഞ്ഞത്. 8-മത്തത് ഫക്കാല വക്കല ബിഹി ഇസ്രാഫീൽ അലൈഹിസ്സലാം കബല തതാബുഇ മലക്കി മജീ ജിബ്രീൽ അലൈഹിസ്സലാം വരുന്നതിന് മുമ്പായിട്ട് എന്തായി ഇസ്രാഫീൽ അലൈഹിസ്സലാമിനെ ഏൽപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് സംഭവം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഫക്കാന യതറാഅ ലഹു 3 സിനീൻ, അത് 3 കൊല്ലം കാണപ്പെട്ടിരുന്നു. വയഅതീഹി ബിൽ കരീമത്തിൽ വശൈ, അപ്പോൾ അത് ഖുർആൻ അവതരിപ്പിക്കലില്ല, ചില കലാമ് മാത്രം. സുമ്മ വക്കല ബിഹി ജിബ്രീൽ അലൈഹിസ്സലാം ഫജാഅഹു ബിൽ ഖുർആൻ, പിന്നീട് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അധികാരപ്പെടുത്തിയിട്ട് ഖുർആൻ കൊണ്ടുവന്നു അല്ലേ. അപ്പോൾ ഇവിടെ ജിബ്രീൽ സ്ഥാനത്ത് മീകായിലാണ്. അപ്പം മുമ്പത്തെ ഇനത്തിൽ തന്നെയാണ് മടങ്ങിയത്. മുമ്പ് 7 മണ്ണിയ കൂട്ടത്തിൽ ജിബ്രീലിന് പകരം ഇസ്രാഫീലായിരുന്നേലുള്ളൂ. അപ്പം അതൊരു 8-മത്തെ ഇനമായിട്ട് മാറ്റേണ്ടില്ലല്ലോ എന്നാണ് പറയും. ജാബിന് മനസ്സിലായോ? ഈ സൂറത്തിന് എതിര് പറഞ്ഞ ആളുണ്ട്. അതുകൊണ്ട് ആളെ പേര് മാറിയെന്നേ ഉള്ളൂ, രൂപ അതുപോലെ തന്നെ. വസാദ ബാദുഹും താസിഅത്തൻ, ചിലരെന്താക്കിയോ 9-മത്തത് എണ്ണിയത് വഹിൽ ഇൽമുല്ലദി യുൽഖീഹില്ലാഹു തആല ഫീ ഖൽബിഹി വഅലാ ലിസാനിഹി ഇൻദൽ ഇജ്തിഹാദി ഫിൽ അഹ്കാം. ചില ഹക്കാമിൽ ഇജ്തിഹാദ് ചെയ്യുന്ന നേരത്ത് എന്താക്കും, കൽബിലോ നാവിലേക്കോ അല്ലാഹുവിന് ഇട്ടുകൊടുക്കുന്ന ഇൽമാണ്. അത് പൊതുവെ ഔലിയാക്കന്മാർക്കുണ്ട്. എന്താ ഇതിനടക്ക് മന്നജിൽ ഓതിയിട്ടുണ്ട്. ഒരു ഫഹ്മെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു കിതാബിൻ്റെ ഇബാറത്തും ഇവൻ്റെ ഷർദി അങ്ങോട്ട് പതിയുന്ന വസലത്തെ അതിൻ്റെ ഇടയിൽ ഒരു 100 ഇറങ്ങലുണ്ട്. മന്നജിലെ സവിയിൽ ഓതിയതാണ്. ആ 100 ഇറങ്ങുമ്പോൾ നമ്മളെ മുസന്നിഫായ ഗ്രന്ഥകർത്താവായ അദ്ദേഹം നമ്മളോട് എന്താ പറയുന്നത് എന്നുള്ള എന്താക്കും കൽബിലേക്ക് പതിയെ കാഴ്ചക്കോ ഈ ഇബാറത്ത മുമ്പിലുള്ളത്. ഈ കറുത്ത മഷീനെ ഇട്ട് ഒന്നും ഉണ്ടാവില്ല, കൽബിലങ്ങിടുക. അപ്പം മുസന്നഫി ഇന്നതാണ് പറയുന്നത് എന്ന് നമുക്കങ്ങ് തിരിച്ചു. മുതാലയിലാണ് നടക്കുന്നത്. അതുപോലത്തെ ഇജ്തിഹാദ് മുജ്തഹിദീങ്ങൾക്ക് മസ്അല ഇസ്തിംബാത്ത് ചെയ്യുന്ന അവസരത്തിൽ കിട്ടുന്നത് തന്നെയാണല്ലോ. ലാ ബിവാസിതത്തി മലക്കിൻ, അവിടെ മലക്കിൻ്റെ വാസിതയില്ല, കൽബിലേക്ക് നേരിട്ട് അല്ലാഹു തആല കൊടുക്കുന്നു. വബിദാലിക ഫാറഖൻ നഫസ ഫിർ റൂഹി, നുബുവത്തിൻ്റെ ഈ വഹയിൻ്റെ ഒരു രീതിയിലുണ്ട്, കൽബിലിട്ട് കൊടുക്കുന്നു. അവിടെ മലായിക്കത്ത് ഉണ്ട്, വാസിത ഉണ്ട്, ഇവിടെ വാസിതയില്ല. അതാ വ്യത്യാസം. വസാദ ബാദുഹും ആശിറത്തൻ, 10-മത്തൊരിനും പറഞ്ഞവരുണ്ട്. വഹിയ മജീഉ ജിബ്രീൽ ഫീ സൂറത്ത് റജുലിൻ ഗൈറ ദഹിയ, ദഹിയത്തുൽ കൽബി അല്ലാത്ത വേറെ സൂറത്തിൽ വരിക. അതിപ്പോൾ മറ്റേത് പൊട്ടില്ല, ദഹിയത്തെ ആൾ പറയുന്നതിലുള്ളൂ. അതല്ല ഹദീസ് ജിബ്രീലിൽ വന്നത്. കറുത്ത താടി ഉണ്ടായിരുന്നു, കമ്മീസ് ഉണ്ടായിരുന്നു, തല്ലിക്കെട്ട് ഉണ്ടായിരുന്നു, ദഹിയത്തല്ല. അത് ദഹിയത്തിൻ്റെ ഓലത്തിൽ അതേനെ ആൾ പറയുന്നേ ഉള്ളൂ. ദകമാഫിൽ ഹദീസില്ലദീ ഫീഹി ബയാനുൽ ഇസ്ലാമി വൽ ഈമാനി വൽ ഇഹ്സാൻ വ്യാഖ്യാനിക്കാൻ വേണ്ടി ജിബ്രീൽ വന്നതിൽ വൽ ഹഖു ഇനി പറയട്ടെ അന്ന ഹാദിഹി ദാഖിലത്തുൻ ഫിൽ മർത്തബത്തി സാലിസ, അത് 3-മത്തെ മർത്തബയിൽ പെട്ടുപോയി. ഇതുപോലെ ജിബ്രീൽ വരുന്ന സ്ഥാനത്ത് ഇസ്രാഫീൽ വന്നു എന്നുള്ളത് മറ്റേ മർത്തബയിൽ പെട്ടുപോയി.
ലിയന്നൽ കസ്തമിൻ തമത്തുൽ ഫീ സൂറത്തി റജുലിൻ, ഒരു റജുലിൻ്റെ സൂറത്തിൽ വന്നു എന്നാണ് ആകുള്ളത്. വൈകാന ഖാലിബ് അയ്യക്കൂന ബി സൂറത്തി ദിഹിയ, ദഹിയത്തുൽ കൽബിൻ്റെ സൂറത്തിലാവലാണ് പതിവ് എന്ന്. വഹാദാ ലാ യുനാഫി അന്നഹു ഖദിയത്തി ബി സൂറത്തി ഗൈരിഹി കമാ ഫിൽ ഹദീസിൽ മദ്കൂർ. ഇസ്ലാം, ഈമാന്, ഇഹ്സാൻ അങ്ങനെ പല ചോദ്യം ചോദിച്ചില്ലേ, ഇതല്ലേ സദഖത്താന്ന് പറഞ്ഞ് അവിടെ ദിഹയ്യത്തല്ല, മറ്റേത് വന്നിട്ടില്ലല്ലോ. ദിഹയ്യത്തിൻ്റെ കോലത്തിൽ മനസ്സിലാവും. ഇതുപോലെ ഒരു സഫർ ചെയ്ത വന്ന അടയാളവും കാണുന്നില്ല, നമുക്കുള്ള പരിചയവുമില്ല. അതല്ല ഫാജിബിനാലഹോ എന്ന് പറഞ്ഞു. فإنه ذكر فيه أنه جاءهم في سورة رجل شديد بياض الثياب شديد سواد الشعر لا يرى عليه أثر السفر ولا يعرفه منهم أحد. അതാ ഇസ്ലാം, ഈമാൻ, ഇഹ്സാനെ പറ്റി ചോദിച്ച ആ ഹദീസിൽ വ്യക്തിനെ വെളിവായിട്ടില്ല. വെളുത്ത വസ്ത്രം ധരിച്ച ഒരാൾ, മുടി കറുത്തൊരാൾ, സഫർ ചെയ്ത് വന്നതായ ലക്ഷണങ്ങളൊന്നുമില്ല, നമുക്കാരും അവരെപ്പറ്റി പരിചയവുമില്ല. എന്നാൽ ദഹിയത്തിലോ ദഹിയത്തു കാന മഅറൂഫൻ ഉണ്ടാവും, ദഹിയത്തിൽ എല്ലാവർക്കും അറിയാം, അതേ വ്യത്യാസമുള്ളൂ. വബാലഗ ബഅദുഹും ഫീ തഅദീദ് അൻവാഇൽ വഹി ഹത്താ വസലഹ ഇലാ 46 നൗഅൻ, 46 നൗആക്കിട്ട് വിശദീകരിച്ച ആളുണ്ട്. എന്നാൽ അത്രയൊന്നും ഇല്ല. വത്തഹഖീഖു അന്നഹ തഊദു ഇലാ മാ ദുക്രി, പറയപ്പെട്ട ഏഴെന്തിലേക്കെല്ലാം മടക്കിയെടുക്കാൻ കഴിയുന്നു. وقد روي أن جبريل عليه السلام ظهر له في أول ما وهي إليه في أحسن سورة وأطيب راية وهو على مكة. ജിബ്രീൽ അലൈഹിസ്സലാം വെളിപ്പെട്ടത് തുടക്കത്തിൽ നല്ല ഭംഗിയുള്ള രൂപം, നല്ല വാസന, തങ്ങൾ മക്കൻ്റെ മേൽഭാഗത്തായിരുന്നു. അത് വഫീ റിവായത്തിൻ ബി ജബലി ഹിറ മലയിൽ വെച്ചാണ്. നാലാ മക്കൾക്ക് പകരം അവിടെ ഹിറ, അതും ബൈരുദ്ദീലല്ലോ, മക്കയിൽ വലിയ ഉയർന്ന സ്ഥലമല്ലേ ഹിറ. ഫഖാല യാ മുഹമ്മദ് ഇന്നല്ലാഹ യുഖ്രിഉക അസ്സലാം, അല്ലാഹു തആല തങ്ങൾക്ക് സലാം പറഞ്ഞിട്ടുണ്ട്. വയഖൂലു ലക അൻത റസൂലി ഇലൽ ജിന്നി വൽ ഇൻസി, മനുഷ്യന്മാരിലേക്കും ജിന്നിലേക്കും അയക്കപ്പെട്ട റസൂലാണ് എന്നും അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫദ്ഉഹും ഇലാ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹുവിൻ്റെ വചനത്തിലേക്ക് ക്ഷണിക്കണമെന്ന്. അത് മതിയാ. ഐവ മുഹമ്മദുർ റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വന്ന മുഹമ്മദ് റസൂലുള്ളാഹ് അതിലുണ്ട്, അതില്ലാണ്ട് പൂർത്തിയാവില്ല. അപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുണ്ടാക്കും, മറ്റേ മതിയാക്കും. സുമ്മ ദറബ ബിരിജിലിഹിൽ അർള, പിന്നീട് കാലുകൊണ്ട് ഭൂമിയിൽ അടി കൊടുത്തപ്പോൾ ഫനബഅത് ഐനു മാഇൻ, ഒരു ഉറവ് പൊട്ടിയൊലിച്ച്. ഫതവല്ലഅ മിൻഹാ ജിബ്രീലു, ജിബ്രീൽ അലൈഹിസ്സലാം അതിൽ നിന്ന് ഒളുണ്ടാക്കി. വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി യൻദുറു ഇലൈഹി, ജിബ്രീലിൻ്റെ ഒളുണ്ടാക്കൽ തങ്ങൾ കാണുന്നുണ്ട്. അങ്ങനെ ഒതു പഠിപ്പിക്കേണ്ടതെന്ന് എല്ലാവരും ഒതു എടുത്ത് കയറാം, എല്ലാവരും മുസാഫെടുത്ത് ഓതലാന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് എന്ത് ഒതു, എന്ത് മുസാഫ് യാസീനി, ഇതെങ്ങനെയാണ്. നമസ്കാരത്തിന് വേണ്ടി ഒതു ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. സുമ്മ അമറഹു യതവല്ല കമാ റആഹു യതവല്ലഹു, ജിബ്രീൽ കാണിച്ചു തന്നത് പ്രകാരം തങ്ങൾ ഒന്നുണ്ടാക്കാൻ വേണ്ടി കഴിയും. ഞാനിപ്പം കാണിച്ചു തന്നത് പോലെ അങ്ങനെയാണ് ഒതു പഠിപ്പിക്കൽ. അവിടെ എല്ലാവരും മുസാഫിർ തോന്നേ ഒരു ഓർഡർ പിള്ളേർക്കും തോന്നാനറിയാമെന്നു. ചിലപ്പോൾ അപ്പുറം ഇപ്പം നോക്കും ഓനെന്താക്കും നോക്കിയിട്ട്, അപ്പോൾ അപ്പുറം ഉണ്ടാവും ഒരു പടുജാഹിലി. ആ പടുജാഹിലാക്കുന്നത് പോലെ ഇതെൻ്റെ ജീവിതകാലം തേച്ചു. ثم قام جبريل عليه السلام يصلي مستقبلا نحو الكعبة, കഅബത്തിൻ്റെ മുന്നിട്ട് കൊണ്ടിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം ഒന്ന് നിസ്കരിക്കാൻ. വഅമറഹു യുസല്ലിയ മഅഹു, തങ്ങളോട് ജിബ്രീലിനോടൊപ്പം നിസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഫസല്ലാ റകഅത്തൈൻ, 2 റകഅത്ത് നമസ്കരിച്ചു. സുമ്മ റജഅ ഇല സമാ, പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തിലേക്ക് പോയി. വറജഅ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ അഹ്ലിഹി, തങ്ങൾ വീട്ടിലേക്കും വന്നു. ഫകാന ലാ യമറു ബിഹജരിൻ വലാ മദരിൻ വലാ ശജരിൻ, അപ്പോൾ തങ്ങൾ നടന്നു പോകുന്ന അവസരത്തിൽ ഒരു കല്ലോ മരമോ പർവ്വതങ്ങളോ എന്തുണ്ടെങ്കിലും ഇല്ലാ ബഹുബ യഖൂൽ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാതില്ല. ഫസാറ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ അതാ ഖദീജ, അങ്ങനെ നടന്ന് അടുത്തേക്കെത്തി, ഖദീജയിലേക്ക് എത്തി. ഫഅഖ്ബറഹാ,
ഖദീജ ബീബിയോട് പറഞ്ഞപ്പോൾ ഖുശി അലിഹാമിൽ സന്തോഷം കൊണ്ട് എന്താക്കി അവർക്ക് ബോധം കിട്ടുപോയി എന്ന് പറഞ്ഞു. ആർക്ക്? ബീബിക്ക്. സുമ്മ അഖദ ബിയദിഹ, അങ്ങനെ തങ്ങളെ ഖദീജ ബീബിൻ്റെ കൈ പിടിച്ച് വാ താബിഹ ഇലൽ ഐനി ഫതവല്ല ലിയുരിഹൽ വുളു. ഖദീജ ബീബിക്ക് എന്താക്കി ആ ഉളവ് കാണിച്ചു കൊടുത്തിട്ട് വുളു ഉണ്ടാക്കാൻ പഠിപ്പിച്ചു. സുമ്മ അമറഹ ഫതവല്ലഅത്, ഖദീജ ബീബി വുളു ഉണ്ടാക്കി. വസല്ലാ ബിഹ, കൂടെ നിസ്കരിച്ചു. കമാ സല്ലാ ബിഹി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം ഇമാമും തങ്ങൾ മഅ്മൂമും പോയി. ഇവിടെ എന്താക്കി? തങ്ങൾ ഇമാമ്, ഖദീജ ബീബി മഅ്മൂം പോയി. ഫക്കാനത അവ്വലു മൻ സല്ല, അപ്പം തങ്ങളോടൊപ്പം നിസ്കരിച്ച ആദ്യത്താണ് ഖദീജ ബീബി. ആ മഹത്വം പറയില്ല. വഫീ റിവായത്തിൻ അന്നഹാ ഖാലത് ഹീന ശഹദത് ദാലിക്, ഇതെല്ലാം കണ്ടപ്പോൾ ഖദീജ ബീബി അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സുമ്മ തവല്ലഅത് വസല്ലത്, പിന്നെ ബീബി ഉളുണ്ടാക്കി നിസ്കരിച്ചു. ഫകാന ദാലിക അവ്വല ഫർളി സ്വലാത്തി മിൻ ഹൈതു ഹി റകഅത്താനി, 5 വക്ത നിസ്കാരം ഇസ്രാ മിഅ്റാജിനല്ലേ ഫർളാക്കിയത്. അതിന് മുമ്പ് ഫർളാക്കപ്പെട്ട 2 റകഅത്ത് ബിൽ ഗദാത്തി വ റകഅത്താനി ബിൽ അശിയ്യി, രാവിലെ 2 വൈകുന്നേരം 2. വൈലൈഹിൽ ഇശാറത്തു ബിഖൗലിഹി തആല വസബ്ബിഹി ബിഹംദി റബ്ബിക ബിൽ അശിയ്യി വൽ ഇബ്കാർ എന്ന ആയത്ത് അതിലേക്കാണ് സൂചന. സുമ്മ നുസിഹ്ത ബിസലവാത്തിൽ ഖംസ്, പിന്നെ ഇസ്രാ മിഅ്റാജിൻ്റെ രാത്രിയിൽ 5 വക്ത നിസ്കാരം ഫർളാക്കിയപ്പോൾ ഈ 2 ക്യാൻസലാക്കി. വലാ യജിദു അലാ ഹദാ അന്ന ആയത്തുൽ വുളൂഇ മദനിയ. അപ്പം ഇപ്പം എന്തായിരുന്നറിയോ? ഹിജ്റ പോകുന്നതിന് മുമ്പ് തന്നെ നുബുവത്തിൻ്റെ തുടക്കത്തിൽ ഒളു ഉണ്ടായിരുന്നു അല്ലേ? ഒളുവിൻ്റെ ആദ്യ ഇദാ കുൻതും മിനൽ സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും എന്ന ആയത്ത് സൂറത്ത് മാഇദയിലാണ്. അത് മദീനത്താണ്. അപ്പോൾ ഈ ഒളു എന്തായി? ജിബ്രീലിൻ്റെ പ്രവർത്തന രൂപത്തിൽ പഠിപ്പിച്ചതാണ്. മറ്റേ ആയത്തടക്കം മുഅ്മിനീങ്ങൾക്ക് യാ അയ്യുഹല്ലദീന ആമനൂ എന്ന് വിളിച്ചതാ മദീനത്ത്. അതെ അതെ. അപ്പം ലിഹ്തിമാലി അന്നൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി തഅല്ലമൽ വുളൂഅ ഖബല നുസൂലിൽ ആയത്തി ബിതഅലീമി ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്ത അനുസരിച്ചിട്ട് എന്താക്കി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിച്ചു. വഅല്ലമഹു ലി അസ്ഹാബിമാർ, ഖദീജ ബീബി ആണ് ഉണ്ടായിരുന്നത്, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അന്നേരം ആയത്തില്ല. സുമ്മ നസലത്തിൽ ആയത്തു ബി ബയാൻ, അതെന്താക്കിയെന്നറിയോ? തങ്ങളെ ചെയ്ത പ്രവർത്തനങ്ങൾ വ്യാഖ്യാനിച്ചുകൊണ്ട് എന്താക്കി? ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും എന്ന് പറഞ്ഞിട്ട് ആയത്തിറങ്ങി. വഖാല ബഅദുഹും ഇന്നൽ വുളൂഅ ഫുരിദ മഅ സ്വലവാത്തിൽ ഖംസ് ഖബലൽ ഹിജ്റതി ബിസനത്തിൻ, ഹിജ്റ പോകുന്നതിൻ്റെ 1 കൊല്ലം മുമ്പ് ഇസ്രാ മിഅ്റാജിൻ്റെ ആ കൊല്ലത്തിലാണ് വുളൂ എന്താക്കി പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? വുളൂ ഇല്ലാത്ത നിസ്കാരം ഇല്ലല്ലോ. അപ്പം നിസ്കാരം ഫർളാക്കിയാൽ വുളൂ ഫർളാക്കപ്പെട്ടു വന്നിച്ച്. വഅന്നഹു ഖബല ദാലിക കാന മത്ലൂബൻ അലാ സുന്നത്തി വന്നദിബ്, അതിന് മുമ്പുള്ളത് നദ്ബ് സുന്നത്ത് മാത്രമേ ഉള്ളൂ, ഫർദില്ല. വനസലത്തിൽ ആയത്ത് ബി ബയാനിഹി ബിൽ മദീന, അതിൻ്റെ ആയത്തിറങ്ങിയത് മദീനയിൽ വെച്ച്. വബിഹാദാ യഹ്സുനുൽ ജംഉ ബൈനൽ അഖ്വാൽ, അപ്പോൾ ഒന്നുവിൻ്റെ കാര്യത്തിൽ വന്ന എല്ലാ അഖ്വാലും ഒരുമിച്ചോട്ട് ഇനി എവിടെയും പരസ്പര വൈരുദ്ധ്യമില്ല എന്ന് വന്നു. സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ